നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേസര ശ്രീപദി ധ്യാനാവസ്ഥിത മാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യ സുമനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ദോദ്ഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാം കുന്ദേന്ദു ശംഖസ്ഫടികമണിനിപാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനെ സർവദാ സുപ്രസന്നാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യദോന്വയാദിതരതച്ഛാത്വേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതപോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം
ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര ഹൃദിഭിഃ ശുശ്രൂഷുഭിത്തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയൽ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതരാജുഹാവാ പുത്രേതി തന്മയതയാദരവോ വിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർത്ഥതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിജൈമാപുരോ വിഭുർനിർമായ ചേതേതമോഷ പൂരുഷാഗും തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്തോരം കൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തില് നിമി നവയോഗി സംവാദമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഋഷഭദേവന്റെ പുത്രന്മാരായിട്ടുള്ള നവയോഗികള് കവി, ഖരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ജമസൻ, കരഭാജനൻ. ആത്മവിദ്യാ വിശാരദന്മാരായിട്ടുള്ള ഈ നവയോഗികള് യാദൃച്ഛികമായിട്ട് നിമി മഹാരാജാവിന്റെ യാഗശാലയിലേക്ക് കയറി വരിക. യാഗങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ച് മനഃശുദ്ധി സമ്പാദിക്കുന്നതായിട്ടുള്ള നിമി മഹാരാജാവ് യാഗശാലയിലേക്ക് എഴുന്നള്ളി വന്ന ഭഗവത് സ്വരൂപികളായിട്ടുള്ള ആ നവയോഗികളെ വേണ്ടതുപോലെ സ്വീകരിച്ചിരുത്തി പൂജിച്ചിട്ട് അവരോട് ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. ഓരോ ചോദ്യത്തിനും ഓരോ യോഗി എന്ന ഭാവത്തില് മറുപടി പറയുകയാണ്. അതില് മായയെ കുറിച്ചും മായയെ അതിക്രമിക്കാനുള്ള വഴിയെ കുറിച്ചുമാണ് പിന്നെ നിമി മഹാരാജാവ് ചോദിച്ചത്. അന്തരീക്ഷൻ എന്ന യോഗിയാണ് മായയെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് നിമി മഹാരാജാവിന്. ഈ മായയെ അങ്ങനെ നമുക്കാർക്കും അങ്ങനെ അതായത് ഇന്നത് എന്ന് നിർവചിക്കാൻ കഴിയില്ല എന്നാണ്. ഭഗവാന്റെ തന്നെ ശക്തി വിശേഷമാണ്. ഉണ്ട് എന്ന് തോന്നുകയാണെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് തോന്നുകയാണെച്ചാൽ ഇല്ല, അത്ര തന്നെ. എല്ലാവരും ഈ മായയിലാണ് കിടക്കുന്നത്. എല്ലാ ജീവന്മാരും സമഷ്ടി മായയിൽ തന്നെയാണ് കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മായ കൊണ്ടാണ് ജീവന് ജനനവും മരണവും എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത് മായ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ സൃഷ്ടി, സ്ഥിതി, സംഹാര സ്വരൂപമായിട്ടുള്ള അതായത് പ്രപഞ്ച ഭാവത്തില് ഈ സംസാരത്തിൽ വന്ന് കുടുങ്ങിയ ജീവൻ അല്ലെങ്കിൽ മായയിൽ കുടുങ്ങിയ ജീവന് മായയിൽ നിന്ന് മോചനം എങ്ങനെയാണ് സാധ്യമാവുക എന്നാണ് പിന്നെ ചോദിച്ചത്. അതിന് പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ മറുപടി പറഞ്ഞു. എപ്പോഴും ആ ബോധം ഉള്ള ആള്, അതായത് പ്രദർശന ഉത്ബുദ്ധനായിട്ടുള്ള ആളാണ് പ്രബുദ്ധൻ, അതായത് മായയിൽ നിന്ന് നിവർത്തിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞത് ആ പരിപൂർണമായിട്ടുള്ള ശരണാഗതി, ഭഗവാനെ ആ സർവാത്മന ശരണം പ്രാപിക്കുക. നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനുമായിട്ട് ഒന്നിക്കുന്ന സമയത്ത് ജീവനിൽ നിന്ന് ജീവൻ ആത്മാവായിട്ട് മാറും. അതോടുകൂടി മായ ആ ആളിൽ നിന്ന് നിവർത്തിക്കുന്നതാണ്. അപ്പോ പരിപൂർണമായിട്ടുള്ള ഈശ്വര ശരണാഗതി ഒന്നുകൊണ്ട് തന്നെ മാത്രമേ
മായയിൽ നിന്ന് ജീവന്മാർക്ക് നിവർത്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് എന്നാണ്. അപ്പൊ അതില് ആ മായ കൊണ്ട് അവർ നിരന്തരമായിട്ടുള്ള ഈശ്വരോപാസന, ആ ഈശ്വരോപാസന കൊണ്ട് നമുക്ക് ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അതുപോലെ തന്നെ ആ അതായത് ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആ അജ്ഞാനത്തെയും ഒക്കെ നശിപ്പിക്കാൻ കഴിയുന്നതാണ്. വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളും ഭക്തി കൊണ്ട് മനസ്സും അടങ്ങിയാല് ആത്മവിസ്മൃതി സ്വരൂപമായിട്ടുള്ള മായയെ അറിയാനും അതിനെ ഈശ്വര ശരണാഗതി കൊണ്ട് അതിക്രമിക്കാനും കഴിയും എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഇത്രയും കേട്ടപ്പോ ആ നാരായണനെ ആശ്രയിച്ചാൽ, ആ നാരായണനെ സർവാത്മന ശരണം പ്രാപിച്ചു കഴിഞ്ഞാല് ആ ജീവൻ നാരായണ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മായ ബാധിക്കില്ല എന്ന് പറഞ്ഞപ്പോ നാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ പരമാത്മാവായിട്ടുള്ള ബ്രഹ്മത്തിന്റെ പരമാർത്ഥ സ്ഥിതി എന്താണ്? എന്താ ആ രാജാവ് ചോദിക്കണം. നാരായണാഭിധാനസ്യ ബ്രഹ്മണ പരമാത്മന നിഷ്ഠാമർഹതനോപകൃതം യൂയം ഹി ബ്രഹ്മവിത്തമാഹ. നാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പരബ്രഹ്മ സ്വരൂപിയായിട്ടുള്ള പരമാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നാണ് നിമി മഹാരാജാവ് പിന്നെ ചോദിച്ചത്. അപ്പൊ അതിന് പിപ്പലായനൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയണത് എന്നാണ്. എന്താ ഈ പിപ്പലായനൻ? ആലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ആളെന്നാണ് അല്ലെ. അത്രയും നിസ്സംഗനാണ്. പരവൈരാഗ്യം വന്ന, തീവ്ര വൈരാഗ്യം വന്ന ആ ആളാണ്. ഒന്നിനോടും താല്പര്യമില്ല എന്നാണ്. നമ്മള് ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് കിടക്കാൻ ഭൂമിയുള്ളപ്പോ കട്ടിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഭൂമി തന്നെയാണ് കട്ടില്, ആകാശം തന്നെയാണ് റൂഫ്, കൈകൾ തന്നെയാണ് തലയണ. അപ്പോ കൈകളുള്ളപ്പോ ഭിക്ഷാപാത്രം കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, മരവിരി ഉള്ളപ്പോ വസ്ത്രം അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ആ പൂർണ്ണമായിട്ട് അതായത് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും ഉപേക്ഷിച്ച് ശരീരത്തിന്റെ ബോധം ഭാവം തെല്ലുമില്ലാതെ പരമനിസ്സംഗനായിട്ട് തീർന്ന, പരവൈരാഗ്യം വന്ന, പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥത്തിനോടും തെല്ലും ആസക്തി ഇല്ലാത്ത, ശരീരത്തിനോട് ആസക്തി ഇല്ലെങ്കിൽ തന്നെ പ്രപഞ്ച വസ്തുക്കളോടും ആസക്തി ഉണ്ടാവില്ല. ഈ ശരീരത്തിനോടുള്ള ആസക്തിയാണ് അത് പിന്നെ പ്രപഞ്ച വസ്തുക്കളോടുള്ള ആസക്തിയായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളാണ്, ആ മഹാത്മാവാണ് ഈ പിപ്പലായനൻ എന്ന യോഗീശ്വരൻ എന്നാണ്. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? നാരായണൻ എന്ന് വെച്ചാല് അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് ഒക്കെ ഒരേ വസ്തുവിനെ പല പേരുകളിൽ വിളിക്കുകയാണ്. അത് എന്താണെന്നാണെങ്കിൽ തിത്യുദ്ഭവ പ്രളയ ഹേതുരഹേതുരസ്യ സ്വപ്ന ജാഗര സുഷുപ്തിഷു സദ്ബഹിച്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി വിചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. പറയണേ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, സ്ഥിതി, സംഹാരം ഇതിന് കാരണവും അതേ സമയത്ത് അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്ക് കാരണഭൂതനും സ്വയം കാരണമില്ലാത്തവനുമാണ് പരമാത്മാവ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ആ ഉണ്ടാകലും നിലനിൽപ്പും അല്ലെ, ജന്മാദ്യസ്യ യഥാ നമ്മളെ മംഗളശ്ലോകത്തിൽ അനുസ്മരിക്കുന്നതാണ് ദിവസവും. ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് ലയിക്കുന്നത് പരമാത്മാവിലാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ടുള്ളത് പരമാത്മാവാണെങ്കിൽ ആ പരമാത്മാവിന് വല്ലതും കാരണമായിട്ടുണ്ടോ എന്ന് ചോദിച്ച ഒരു കാരണവും ഇല്ല എന്നാണ്. അതാണ്, സ്വയം കാരണമില്ലാത്തവനാണ് ആ പരമാത്മാവ്. ആ ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, ഉറങ്ങുക എന്നീ മൂന്നവസ്ഥകളുടെ ആ അകവും പുറവും വ്യാപിച്ചവനാണ് പരമാത്മാവ്. ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ലോകത്തെ അനുഭവങ്ങളെയൊക്കെ അനുഭവിക്കുന്നു. അപ്പൊ ലോകത്തിലെ അനുഭവങ്ങൾ ജാഗ്രതാവസ്ഥയിൽ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളില് ആ പരമാത്മാവിന്റെ സാന്നിധ്യ വിശേഷം കൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തിൽ ഓരോ പദാർത്ഥത്തെയും, ഇപ്പോ നമ്മള് ഒരു വസ്തു എടുത്തു, ഒരു പദാർത്ഥത്തെ കണ്ട അത് ഇന്നതാണ് എന്ന് ബോധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഉണർന്നിരിക്കുന്ന സമയത്തും പിന്നെ സ്വപ്നം കാണുന്ന സമയത്തോ, സ്വപ്നാനുഭവങ്ങൾ ഒക്കെ സത്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. സ്വപ്നത്തിൽ ഇപ്പൊ പല ദുരനുഭവങ്ങൾ ഉണ്ടായാലും അതിന്റെ ഒക്കെ തീക്ഷ്ണമായിട്ടുള്ള ഭാവം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് ആ സ്വപ്നത്തെ കുറിച്ച് ശരിക്കും ബോധ്യമുണ്ട്. കണ്ടതൊക്കെ സ്വപ്നമാണ്, യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല. ആ സ്വപ്നത്തെ നമ്മൾ ഓർത്ത് മറ്റുള്ളവരോട് പറയാറുമുണ്ട്. എന്താ അതിന് കാരണം?
ആ സ്വപ്നാനുഭവങ്ങൾക്കും സാക്ഷിയായിട്ട് ഉണർന്നിരിക്കുമ്പോൾ ഈ ലോകത്തിലെ അനുഭവങ്ങളെ അനുഭവിച്ചതായിട്ടുള്ള ആ അറിവ് സ്വപ്നാനുഭവങ്ങളെയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. അപ്പൊ ഈ അറിവ് രണ്ടിന്റെ അറിവ് ഒന്നേ ഉള്ളൂ. പൊതുവെ ഒരാളോട് നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഒരാളെ അറിയൂ എന്ന് ചോദിച്ചാൽ അയാൾ എന്താ പറയുക? അറിയുകയാണെച്ചാൽ അറിയും എന്ന് പറയും, അറിയില്ലച്ചാൽ അറിയില്ല എന്ന് പറയും. ഈ അറിയും എന്ന അറിവ് തന്നെയാണ് അറിയില്ല എന്ന് പറയുന്നതും. അറിവ് രണ്ടില്ല, അറിവ് ഒന്നേ ഉള്ളൂ. അറിയും എന്ന അറിവുള്ളത് കൊണ്ട്, അറിവ് ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ അറിയും എന്ന് പറയുന്നു. അറിയില്ല എന്ന അറിവ് ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ അറിയില്ല എന്നും പറയുന്നത്. അപ്പൊ അറിവ് രണ്ടില്ല. അപ്പോ ജാഗ്രത അവസ്ഥയില് ഈ ലോകത്തിന്റെ അനുഭവത്തെ അനുഭവിപ്പിച്ച അതേ അറിവ് തന്നെയാണ് സ്വപ്നാവസ്ഥയില് സ്വപ്ന ലോകത്തിന്റെ അനുഭവങ്ങളെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സുഷുപ്തിയിലാണ്. ആ സുഷുപ്തിയില് നമ്മൾ ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയാറുണ്ട്. ഈ ഒന്നും അറിഞ്ഞില്ല എന്ന അനുഭവമാണ് ഈ സുഷുപ്തി. പക്ഷെ ആ ഒന്നും അറിഞ്ഞില്ല എന്ന അനുഭവം നമ്മൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നീട് എങ്ങനെയാണ് അത് ഓർത്ത് പറയാൻ പറ്റിയത് എന്നാണെങ്കിൽ, നമ്മള് ആ ഒന്നും അറിയാതെ കണ്ട് ഇന്ദ്രിയ മനോബുദ്ധികള് ആ അജ്ഞാനത്തില് അല്ലെങ്കിൽ അതിൽ ലയിച്ച് ഇരിക്കുന്ന സമയത്ത് ആ ഇന്ദ്രിയ മനോബുദ്ധികൾക്കും സാക്ഷിയായിട്ട് ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും ആ അനുഭവത്തെ അറിഞ്ഞുകൊണ്ടിരുന്ന അതേ അറിവ് സുഷുപ്തി അവസ്ഥയിലും അവിടെ സ്ഥിതി ചെയ്യുന്നു. വ്യത്യാസമില്ലാണ്ട്, ഒരു മാറ്റമില്ലാണ്ട്. അതുകൊണ്ടാണ് ഉറക്കം ഇന്നതുപോലെയാണ്, അല്ലെങ്കിൽ സുഖമായി അല്ലെങ്കിൽ സുഖമായില്ല എന്ന് തോന്നിപ്പിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ആ ചൈതന്യ വിശേഷം, ആ അറിവ് ഉണർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആ അറിവുള്ളത് കൊണ്ടാണ് ഉണർന്ന സമയത്ത് നമ്മൾ ഉറക്കം സുഖമായി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ മൂന്നവസ്ഥയില്, അതായത് ഉണർന്നിരിക്കുന്ന സമയത്ത്, സ്വപ്നം കാണുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഈ മൂന്നവസ്ഥകളുടെയും അകവും പുറവും വ്യാപിച്ചവനും അവയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവനുമാണ് ഈ പരമാത്മാവ് എന്നാണ്. ആ ദേഹം, ഇന്ദ്രിയങ്ങള്, പ്രാണങ്ങള്, അതുപോലെ ഹൃദയം, ഇതിനെയൊക്കെ ചൈതന്യവത്താക്കി തീർക്കുന്ന ചൈതന്യമാണ് സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ നാരായണൻ എന്നാണ്. അപ്പോ അതായത് ശരീരത്തിന്റെ അകത്തിരുന്ന ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ, ഇപ്പൊ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, നാവ് കൊണ്ട് രുചിക്കുക, ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ 5 തരത്തിലുള്ള അനുഭവങ്ങളെ അനുഭവിക്കുന്നതും, അതുപോലെ ആ കർമ്മേന്ദ്രിയങ്ങളിലൂടെ അതിനെ അനുഭവിക്കുന്നതും ഒക്കെ ഏകനായിട്ടുള്ള ആ പരമാത്മാവിന്റെ സാന്നിധ്യ വിശേഷം കൊണ്ടാണ്. അതന്നെ ആ പരമാത്മാവിനെയാണ് എല്ലാ ശരീരങ്ങളിലും അന്തര്യാമിയായിട്ട് വിളങ്ങുന്ന ആ ചൈതന്യത്തെയാണ് നാരായണൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ ദേഹം എന്ന് പറയുന്നത് ജഡാണ്. ആ ജഡമായിട്ടുള്ള ദേഹാദികളില് അന്തര്യാമിയായിട്ട് ഇരുന്നു കൊണ്ട് ആ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം അതന്നെയാണ് പരമാത്മാവ്. അതാണ് ബ്രഹ്മം. ഇതാണ് ഇവിടെ പറഞ്ഞു തരുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ ആ പരമാത്മാവിന് നൈതന്മനോ വിശതി വാഗുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി യഥാ അനലമർച്ചസ്വാഹ ശബ്ദോപി ബോധക നിഷേധ ആത്മമൂലമർത്ഥോക്തമാഹ എതിർത്തേന നിഷേധസിദ്ധി. അതായത് ഈ തീപ്പൊരികൾക്ക് അഗ്നികുണ്ഡത്തെ പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുപോലെ ഇപ്പൊ ഇവിടെ തീപ്പൊരിയൊക്കെ ഉണ്ടാകണു അല്ലെ? ആ തീപ്പൊരിയില് ഈ ബ്രഹ്മത്തെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകളെ കൊണ്ടോ ബുദ്ധി ഉപയോഗിച്ചിട്ടോ പ്രാണങ്ങളെ കൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ അറിയാൻ സാധിക്കില്ല. അതെങ്ങനെ എന്നാണെങ്കിൽ ഈ മനസ്സും വാക്കും കണ്ണും ബുദ്ധിയും പ്രാണനും ഇന്ദ്രിയങ്ങളും ഒക്കെ ഈ ബ്രഹ്മത്തിന്റെ സാന്നിധ്യ വിശേഷം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ അറിയാൻ കഴിയുന്നില്ല. ഇതിനൊന്നും അഗ്നിയുടെ അംശമായിട്ടുള്ള തീപ്പൊരികളെ കൊണ്ടാണ് അഗ്നി ഉണ്ടാവുക. ആ അഗ്നിയുടെ അംശമായിട്ടുള്ള തീപ്പൊരികള് മറ്റു വസ്തുക്കളെ പ്രകാശിപ്പിക്കും. എന്നാൽ അഗ്നിയെ പ്രകാശിപ്പിക്കാൻ പര്യാപ്തമല്ലല്ലോ തീപ്പൊരികള്. ഇതുപോലെ ആ വാക്കിന് ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആത്മാവിനെ അതായത് ആ തീപ്പൊരികൾക്ക് അഗ്നികുണ്ഡത്തെ പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുപോലെ
ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആത്മാവിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വാക്കിനോ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ പ്രാണങ്ങൾക്കോ ആത്മതത്വത്തെ അറിയാനുള്ള കഴിവില്ല. വേദം പോലും അതാണ് ശബുദോപി ബോധക നിഷേധ ആത്മമൂലമക്രോക്തമാഹ എതിർദേന നിഷേധസിദ്ധി. വേദം പോലും അറിവിന് വിഷയമായ എല്ലാറ്റിനെയും നിഷേധിച്ചുകൊണ്ടാണ്, അതായത് ആ വേദസ്വരൂപമായിരിക്കുന്ന ശബ്ദത്തിനും ആത്മകാരണമായിരിക്കുന്ന ബ്രഹ്മത്തിനും വാക്കുകൾ കൊണ്ട്, അതായത് വേദസ്വരൂപമായിട്ടുള്ള ശബ്ദത്തിനും ആത്മകാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. വേദം പോലും അറിവിന് വിഷയമായിട്ടുള്ള എല്ലാറ്റിനെയും നിഷേധിച്ചുകൊണ്ടാണ് ശേഷിക്കുന്ന ആത്മാവിനെ തന്റെ വാസ്തവ സ്വരൂപമായിട്ട് അറിയാൻ ഉത്ബോധിപ്പിക്കുന്നത്. നേതി നേതി എന്നാണ് വേദത്തിന്റെ സ്വഭാവം. ഇതല്ല നിഷേധിക്കുക. അവസാനം നിഷേധാവധി എന്നൊരു ഭാവത്തിലെത്തും. നമുക്ക് നമ്മളെ നിഷേധിക്കുക. ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ ധനം, ഇതൊക്കെ എന്റെയാണ്. കാരണം അതൊന്നും ഞാനല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം ഇതൊന്നും ഞാൻ, ഇത് വീട് എന്നോ ഞാൻ ശരീരം എന്നോ ഞാൻ ധനം എന്നോ ഒന്നും ആരും പറയാറില്ല. ഇതൊക്കെ എന്റെ എന്നാ പറയണത്. അപ്പൊ ഈ എന്റെ എന്ന് പറയുന്നതിനെയൊക്കെ നമുക്ക് നിഷേധിക്കാനായി കൊണ്ട് പറ്റും. അതിനെയൊക്കെ മാറ്റാൻ പറ്റും. എനിക്ക് എന്നെ മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ ഒരു ഭാവത്തെ, അങ്ങനെയാണ് വേദം പോലും നമുക്ക് ആ ആത്മതത്വത്തെ ബോധിപ്പിച്ചു തരുന്നത്. വേദസ്വരൂപമായിരിക്കുന്ന ശബ്ദത്തിനും ആത്മകാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. കാരണം ബ്രഹ്മത്തിന്റെ ശക്തി കൊണ്ടാണ് വാക്ക് ഉച്ചരിക്കപ്പെടുന്നത്. പദാർത്ഥങ്ങളും അവയുടെ ധർമ്മങ്ങളും ബ്രഹ്മമല്ല. അപ്പൊ ബ്രഹ്മമല്ലാത്ത വസ്തുക്കളെ നിഷേധിച്ചുകൊണ്ട് ബ്രഹ്മത്തെ ബോധിപ്പിച്ചു തരികയാണ്. ഈ ബ്രഹ്മത്തെ കൂടാതെ നിഷേധത്തിന്റെ സിദ്ധിയും ഇല്ല. അപ്പോ ആ ബ്രഹ്മത്തെ തന്റെ വാസ്തവ സ്വരൂപമായിട്ട് അറിയാൻ ഉത്ബോധിപ്പിക്കുന്നത് എല്ലാറ്റിനെയും നിഷേധിച്ചിട്ടാണ്. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന പ്രകൃതി ആണ് സത്വം രജസ്തമ ഇതി ത്രിവൃതേകമാദോ സൂത്രം മഹാനഹമിതി പ്രഭവന്തി ജീവം ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി സദസച്ച കയോപരം യത്. സത്വം, രജസ്, തമസ് ഈ മൂന്ന് ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന പ്രകൃതിയായിട്ടും ജ്ഞാനശക്തിയാകുന്ന മഹത്വത്വമായിട്ടും ക്രിയാശക്തിയാകുന്ന സൂത്രാത്മാവ്, അത് പ്രാണനെയാണ് ഈ സൂത്രാത്മാവ് എന്ന് പറയുക. അങ്ങനെ പ്രാണനായിട്ടും അഹങ്കാരമായും ജീവനായും ജ്ഞാനേന്ദ്രിയങ്ങളായും കർമ്മേന്ദ്രിയങ്ങളായും ശബ്ദാദി വിഷയങ്ങളായിട്ടും ആകാശാദി പഞ്ചഭൂതങ്ങളായും വിഷയാനുഭവത്തില് ജീവൻ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളായും ഇങ്ങനെ പല സ്വരൂപത്തിൽ തോന്നപ്പെടുന്നത് പരമകാരണവും ഏകവുമായിട്ട് ബ്രഹ്മം തന്നെയാണ്. അതായത് ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. എല്ലാമായിട്ട് വഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രഹ്മത്തിന്റെ സ്വഭാവം എന്താണ്? അതായത് എല്ലാമായിട്ടിരിക്കുന്ന എല്ലാറ്റിനും, അതായത് അറിവ്, പ്രവൃത്തി, പദാർത്ഥം, സുഖം, ദുഃഖം എന്നീ ഭേദങ്ങളോടുകൂടി ഇവയ്ക്കെല്ലാം ആധാരമായിട്ട് പ്രകാശിക്കുന്നതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം ആത്മാജാന നമരിഷ്യതി നൈതദേ സ്വോ നക്ഷീയതേ സവന വിദ്യവിചാരിണാം ഹി സർവത്ര ശശ്വതനവായുപലബ്ധി മാത്രം പ്രാണോ യതീന്ദ്രിയ ഫലേന വികൽപ്പിതം സത്. ആത്മാവിനെ സംബന്ധിച്ച് ആത്മാവ് ജനിക്കുകയോ വളരുകയോ ക്ഷയിക്കുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ഈ ജനനം, വളർച്ച, ക്ഷയം, നാശം ഇവയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാണ് ആത്മാവ്. അപ്പോ അതിന് ആ ജനന മരണങ്ങളൊന്നും ഇല്ല. ഇവിടെ ആ ഉൽപ്പത്തിയോ നാശവും ഇല്ല. അപ്പൊ ഇവിടെ ആ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഒരേ പ്രാണൻ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ ഓരോ വിധത്തില് ശബ്ദാദികളായിട്ട് പ്രകടമായി തീരുന്നത് പോലെ നോക്കൂ, നമ്മുടെ ഉള്ളില് ആ പ്രാണശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ട് കണ്ണിന് കാണാനും, അതുപോലെ വാക്കിന് പറയാനും, അതുപോലെ ആ നാവിന് രുചിക്കാനും, അതുപോലെ തന്നെ ത്വക്കിന് സ്പർശിക്കാനും, ഇങ്ങനെ ഒരു പ്രാണശക്തിയുടെ പ്രഭാവം കൊണ്ട് ഓരോ ഇന്ദ്രിയങ്ങൾക്ക് അതതിന്റെ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള ശക്തി കിട്ടുകയാണ്. അപ്പൊ അതിന്റെ ആ വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇന്ദ്രിയങ്ങളും. അതിന് അടിസ്ഥാനം ആ പ്രാണശക്തിയാണ്. അതുപോലെ ആത്മാവും ഉപാധികളിലൂടെ വിവിധ രൂപങ്ങളില് തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാറ്റിലും ഈ ആത്മാവാണ്. ആ ഉപാധി രഹിത ചൈതന്യമാണ് ആത്മാവ്. ഓരോ ഉപാധിയിലൂടെ ഉപാധി സഹിത ചൈതന്യമായിട്ട് നമുക്ക് തോന്നപ്പെട്ടുകൊണ്ടിരിക്കണം. വാസ്തവത്തിൽ ഈ ഉപാധികളൊന്നും സത്യമല്ല.
അതിലൊക്കെ അന്തര്യാമിയായിട്ട് വിളങ്ങുന്ന ആത്മാവാണ് സത്യം. ഈ ഉപാധികൾക്ക് നാശവും ഉണ്ടാവലും നിലനിൽപ്പും നാശവും ഉണ്ട്. ആ ഉപാധിക്ക് അടിസ്ഥാനമായിട്ടുള്ള ചൈതന്യത്തിനോ അതിന് യാതൊരു തരത്തിലുള്ള ആ ഇത് ജനനമോ മരണം നിലനിൽപ്പോ നാശമോ ഇല്ല. അത് എന്നും ഉള്ള വസ്തുവായിട്ടാണ് വഴങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോ ഇവിടെ എല്ലാറ്റിലും, അതായത് എല്ലാറ്റിലും ഉണ്ടാവുന്നത് ആ ആത്മാവ് തന്നെയാണ്. ആ ശാശ്വതമായിട്ടുള്ള ബ്രഹ്മം ഇന്ദ്രിയ ശക്തി കൊണ്ട് അതായത് ആ അറിവ് ഒരേ പ്രാണൻ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ ഓരോ വിധത്തില് ശബ്ദാദി വിഷയങ്ങളായിട്ട് പ്രകടമായിട്ട് തീരുന്നത് പോലെ ആത്മാവും ഉപാധികളിലൂടെ വിവിധ രൂപങ്ങളിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകനായിട്ടുള്ള ആത്മാവ് തന്നെയാണ് എല്ലാറ്റിലും. അതുകൊണ്ടാണ് മനസ്സിൽ ആത്മഭാവം വന്ന ആൾക്ക് ലോകത്തെ മുഴുവൻ ആത്മഭാവത്തിൽ കാണാനായിക്കൊണ്ട് കഴിയും. അപ്പോ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടി ജ്ഞാനമയമായിട്ട് തീർന്നാല് ലോകം ബ്രഹ്മമയമായിട്ട് തീരും. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ബ്രഹ്മത്തെ സത്യമായിട്ട് അനുഭവിച്ച ആൾക്ക്, തന്നിൽ താനായിട്ട് ബോധിച്ച ആൾക്ക് ജഗത്ത് മിഥ്യയാണ്. പിന്നെന്താ? സർവം ഖല്ലിതം ബ്രഹ്മ. അങ്ങനെയുള്ള ആൾക്ക് സർവം ഖല്ലിതം ബ്രഹ്മ, അത് ശരിയാണ്. അതിനെ ബോധിക്കാത്ത ആൾക്ക് ജഗത്ത് സത്യമായിട്ട് തോന്നാം. വാസ്തവത്തിൽ ജഗത്തിന് സത്യത്വം ഇല്ല. പക്ഷെ നമ്മള് ഉള്ളതിനെ ഉള്ളതായിട്ട് ബോധിക്കാത്തത് കൊണ്ടാണ് ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് അതായത് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളത് ഏതാണ്? ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ. ആ ഭഗവാനെ തന്നിൽ താനായിട്ട്, ആത്മാവിനെ തന്നിൽ താനായിട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ കാണുന്നതൊക്കെ ആത്മാവായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ദൃഷ്ടി ജ്ഞാനമയമായിട്ട് തീരണം. അപ്പോഴാണ് നമുക്ക് ലോകത്തെ മുഴുവൻ ആ ഈശ്വരഭാവത്തിൽ കാണാനായിക്കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ ലോകത്തില് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏത് പദാർത്ഥങ്ങളിലും ഉത്കൃഷ്ടമായിട്ടുള്ള പദാർത്ഥങ്ങളാവട്ടെ നികൃഷ്ടങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളാവട്ടെ അതിലൊക്കെയും കുടികൊള്ളുന്നത് ഭേദബുദ്ധി ഇല്ലാതെ എല്ലാറ്റിലും ആത്മാവാണ് എന്ന ആ ഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ നിലയ്ക്ക് നമ്മുടെ ദൃഷ്ടി വികസിക്കണം അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ ആ പ്രഹ്ലാദന്റെ സ്ഥിതി. ഏകാന്ത ഭക്തിർ ഗോവിന്ദേൽ സർവത്ര തദീക്ഷണം എന്നാണ്. ഗോവിന്ദനിൽ ഏകാന്ത ഭക്തി വന്ന് മനസ്സ് ഗോവിന്ദ സ്വരൂപമായിട്ട് തീർന്നപ്പോ, അല്ലെങ്കിൽ ദൃഷ്ടി ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഈശ്വരമയമായിട്ട് തീർന്നപ്പോ പ്രഹ്ലാദന് കാണുന്ന ദിക്കിലൊക്കെ ഭഗവാനെ കാണാൻ കഴിഞ്ഞു. തൂണിലും തുരുമ്പിലും. പ്രഹ്ലാദൻ തൂണ് കണ്ടില്ല. പ്രഹ്ലാദൻ തൂണായിട്ട് കാണുന്നത് ഈശ്വരനെ, നാരായണനെയാണ്. പക്ഷെ ഹിരണ്യകശിപു അപ്പുറത്ത് നിൽക്കണുണ്ട്. ഹിരണ്യകശിപുവിന് തൂണ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോ ആ പ്രഹ്ലാദന്റെ മുമ്പില് അവിടെ തൂണല്ല ആത്മാവ് ഭഗവാൻ. ആ അജ്ഞാനിയായിട്ടുള്ള ഹിരണ്യകശിപുവിന്റെ മുമ്പിലോ അവിടെ തൂണ് മാത്രം. ഇതാണ് ജ്ഞാനത്തിനും അജ്ഞാനത്തിനും തമ്മിലുള്ള, അല്ലെങ്കിൽ ജ്ഞാനിക്കും അജ്ഞാനിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ നമ്മുടെ ദൃഷ്ടി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണല്ലോ പ്രപഞ്ചത്തെ നമ്മൾ നോക്കിക്കാണുക. ഒരു രാജാവിന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോഴാണ് അവിടത്തേക്ക് ഒരു സന്യാസി കയറി വരുന്നത് എന്നാണ്. സന്യാസിയെ കണ്ടപ്പോൾ രാജാവിന് വളരെ ബഹുമാനം തോന്നി. അദ്ദേഹത്തെ നമസ്കരിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരുത്തി. അപ്പൊ സന്യാസി അദ്ദേഹത്തിന് പിറന്നാൾ ആശംസയൊക്കെ നേർന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അനുമോദിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് സന്യാസി തിരിച്ചു പോകുമ്പോൾ രാജാവിനോട് പറഞ്ഞു, അങ്ങക്ക് വല്ലാത്ത കഷ്ടകാലമുണ്ട്. ഈ കഷ്ടകാലത്തിന് പറ്റിയ പോംവഴി എന്താ അറിയോ? എല്ലാറ്റിനെയും പച്ചയായിട്ട് കാണുക എന്നാണ്. എല്ലാറ്റിനും പച്ചയായിട്ട് കാണുക എന്ന് വെച്ചാൽ ഉള്ളത് ഉള്ളതായിട്ട് കാണണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ രാജാവിന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം എന്താ അത് കാണണം എന്നാണ് പറഞ്ഞത്. സത്യമായിട്ടിരിക്കുന്നത് ഈശ്വരനാ. ആ ഈശ്വരനെയാണ് എല്ലാറ്റിലും കാണേണ്ടത് എന്നാണ് സന്യാസി പറഞ്ഞതിന്റെ താല്പര്യം. പക്ഷെ ഇദ്ദേഹം വിചാരിച്ചത് എല്ലാറ്റിനെയും പച്ച നിറത്തി കാണണം എന്നാ വിചാരിച്ചത്. അപ്പൊ അദ്ദേഹം ഇതിപ്പോ എങ്ങനെയാ പറ്റുക? അപ്പോ അദ്ദേഹം അപ്പൊ ചിന്തിച്ചു, എന്നാ ഇനിയിപ്പോ എന്താ വഴി? അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ പച്ച വസ്ത്രം ധരിക്കണം എന്ന ഓർഡർ കൊടുക്കുകയാണ്. അതുപോലെ രാജാവ് സഞ്ചരിക്കുന്ന തെരുവിലെ ആ തെരുവീതിയുടെ രണ്ടു വശവുമുള്ള കെട്ടിടങ്ങൾക്കൊക്കെ പച്ച ചായം തേൽപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ധാരാളം, അതായത് അദ്ദേഹത്തിന്റെ രാജ്യത്തില് സകല വീടുകൾക്കും പച്ച ചായം തേൽപ്പിക്കുകയാണ്. ഇതുകൊണ്ട് ഗുണം കിട്ടിയത് പെയിന്റ് കമ്പനിക്ക് നല്ല ടേൺ ഓവറാണ് എന്നാണ്. ഇപ്പോ അവിടെ ടേൺ ഓവർ കൂടിയപ്പോ ഇവിടെ ഖജനാവ് കാലി. കാരണം സമ്പത്ത് മുഴുവൻ ഈ ചായം വാങ്ങി തേക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം
രാജ്യത്തിന്റെ നില തന്നെ വലിയ ശോചനീയമായിട്ടുള്ള നിലയിലെത്തി. കാരണം വേണ്ട മരാമത്തുകളൊന്നും ചെയ്യാൻ പറ്റില്ല. പണം മുഴുവൻ ചായ കമ്പനി, അതായത് ചായം പച്ചച്ചായം തേക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനികൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും സന്യാസി അവിടെ വന്നു, അദ്ദേഹത്തെ വീണ്ടും ആശംസിക്കുകയാണ്, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു, ഇനി അങ്ങ് അനുഗ്രഹിക്കേണ്ട, ഒരനുഗ്രഹത്തിന്റെ ഫലം തന്നെ ഞാനിപ്പോ അനുഭവിച്ചു തീർന്നിട്ടില്ല എന്നാണ്. എന്തേ ചോദിച്ചു. അങ്ങ് പറഞ്ഞില്ലേ എല്ലാറ്റിനെയും പച്ചയായിട്ട് കാണാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്നവർക്കൊക്കെ പച്ച വസ്ത്രം മേടിച്ചു കൊടുത്ത് അത് ധരിപ്പിച്ചു, നടക്കുന്ന വഴിയുടെ രണ്ടു വശവും ആ പച്ചച്ചായൊക്കെ തേൽപ്പിച്ചു എന്നാണ്. അപ്പൊ എന്താ സന്യാസി പറഞ്ഞത്, ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ച് കണ്ണിൽ വെച്ചാൽ മതിയായിരുന്നു എന്നാണ്. എന്നാ പിന്നെ നോക്കണതൊക്കെ പച്ചയായിട്ട് കണ്ടുകൂടെ? ഇതാണ്. അങ്ങനെയാണോ നമ്മുടെ ദൃഷ്ടി? ആ ദൃഷ്ടിക്ക് അനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തെ നമ്മൾ നോക്കിക്കാണുന്നതാണ്. അപ്പൊ ദൃഷ്ടി ജ്ഞാനമയമായി തീർന്നാല് പ്രപഞ്ചത്തെ നമുക്ക് ബ്രഹ്മമയമായിട്ട് ബോധിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ദൃഷ്ടിയെ നമ്മൾ ജ്ഞാനമയമാക്കി തീർക്കുക. അപ്പോഴേ പ്രപഞ്ചത്തെ നമുക്ക് ബ്രഹ്മഭാവത്തിൽ ബോധിക്കാനായിക്കൊണ്ട് കഴിയുള്ളൂ. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത് എന്നാണ്. ഇങ്ങനെ ആ ബ്രഹ്മമാണ് എല്ലാറ്റിലും, ആ അറിവാണ് അല്ലെങ്കിൽ ആത്മാവാണ് എല്ലാറ്റിലും പ്രകടമായിട്ട് ഉപാധികളിലൂടെ, പലവിധ ഉപാധികളിലൂടെ വിവിധ രൂപങ്ങൾ. അതുകൊണ്ടാണല്ലോ പോത്തിനെ കൊണ്ട് വേദം ചൊല്ലിപ്പിച്ചു എന്നും. കാരണം അവിടെ ആ മഹാത്മാവ് കാണുന്നത് പോത്തല്ല, അവിടെ ബ്രഹ്മം. അപ്പൊ നമ്മള് ബ്രഹ്മഭാവത്തിൽ അങ്ങോട്ട് കാണുന്ന സമയത്ത് ആ നമ്മുടെ മനസ്സ് ആ ഭാവത്തിൽ ഉറച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാറ്റിനെയും ആ ഭാവത്തില് കാണാനായിക്കൊണ്ട് കഴിയുന്നതാണ്. പിന്നെ പറയുകയാണ്, അണ്ടേഷു പേശിഷു തരുഷ്വവിനിശ്ചിതേഷു പ്രാണോഹി ജീവം ഉപതാവതി തത്ര തത്ര തന്നെ യഥേന്ദ്രിയ ഗണേഹമവിച്ച പ്രസുപതേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതിർന്ന. 4 വിധ ശരീരങ്ങൾ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സിൽ അനുസ്മരിച്ചതാണ്. അതായത് അണ്ടജം, സ്വേദജം, ഉദ്ഭിജം, ജരായുജം എന്നാണ് ഈ 4 വിധ ശരീരങ്ങൾ. അങ്ങനെയാണ് മുട്ട വിരിഞ്ഞുണ്ടാവുന്ന പക്ഷിമൃഗാദികള്, പാമ്പുകള്, അതുപോലെ തന്നെ അമ്മ പ്രസവിച്ചുണ്ടാവുന്നതായിട്ടുള്ള മനുഷ്യന്മാര്, മൃഗങ്ങള്, അതുപോലെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടാവുന്നതായിട്ടുള്ള വൃക്ഷലതാദികള്, അതുപോലെ ആ വയർപ്പിൽ നിന്നുണ്ടാവുന്ന മൂട്ട, കൊതുക്, പേന തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ 4 തരത്തിലുള്ള ശരീരങ്ങളിലും പ്രാണൻ അതായത് ആ 4 തരത്തിലുള്ള ശരീരങ്ങളിലും പ്രാണനോട് കൂടിയിട്ടാണ് എല്ലാ തരത്തിലുള്ള ശരീരത്തിലും പ്രാണവായു ഇരുന്നു കൊണ്ട് ഓരോ ചേഷ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 4 വിധ ശരീരങ്ങളിലും പ്രാണൻ ജീവനോടുകൂടി ചേർന്നിരിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളും മനസ്സും അഹങ്കാരവും ലയിക്കുന്ന ഈ സുഷുപ്തിയില് ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി എന്ന അനുഭവം ഉണ്ടാകണില്ലേ? ആ ഉറക്കത്തിലും അതിന് കാരണം എന്താ? ഉറക്കത്തിലും ലയിക്കാതെ നിൽക്കുന്ന യാതൊന്നിൽ നിന്നാണോ പ്രസ്തുതമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നത്, ആ വികാരരഹിതമായിട്ടുള്ള അറിവാണ് ആത്മാവ് എന്നാണ്. അപ്പൊ ഇവിടെ എല്ലാറ്റിലും 4 വിധ ശരീരങ്ങളിലും, അത് ഈ രുദ്രഗീതത്തിലും ഈ ഒരു ഭാവത്തെ അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ പഞ്ചമസ്കന്ധത്തില് ഓരോ ഖണ്ഡത്തിലുള്ള ഭക്തന്മാരുടെ സ്തുതിയിലും ഈ ഭാവം, ആ സർവഖണ്ഡിത ബ്രഹ്മ എന്ന തത്വത്തെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ 4 ജാതി ശരീരങ്ങളിലും അന്തര്യാമിയായിട്ടിരിക്കുന്ന ആളാണ് പരമാത്മാവ് എന്നാണ്. ആ പരമാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളില് ആ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും സാക്ഷിയായിട്ട് വർത്തിക്കുന്നത്. ഈ 3 അവസ്ഥകളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ജാഗ്രതയിൽ കാണുന്ന പ്രപഞ്ചമല്ല നമ്മൾ സ്വപ്ന സമയത്ത് കാണുന്നത്. സ്വപ്ന സമയത്ത് കാണുന്നത് ജാഗ്രതയിൽ കാണുന്നതും ഈ സുഷുപ്തിയിൽ രണ്ടുമില്ല. അപ്പോ ശരിക്കും നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കണം, ജാഗ്രതയിൽ കണ്ട പ്രപഞ്ചമാണോ സത്യം, അതോ സ്വപ്നത്തിൽ കണ്ടതാണോ, അതോ സുഷുപ്തിയിൽ ഉണ്ടായിട്ടുള്ള അനുഭവമാണോ സത്യം എന്ന് ആലോചിച്ച് നോക്കൂ. വാസ്തവത്തിൽ പറഞ്ഞാല് ഈ 3 അനുഭവങ്ങളും സത്യമല്ല. കാരണം അതിനൊക്കെ വ്യത്യാസമുണ്ട്, മാറ്റമുണ്ട്. സത്യമായിട്ടുള്ളത് എന്താണ്? ഈ 3 അനുഭവങ്ങളെയും അറിഞ്ഞ അറിവ്. ഈ അറിവിന് മാറ്റമില്ല, അവസ്ഥയ്ക്കേ മാറ്റമുള്ളൂ. അവസ്ഥാത്രയങ്ങൾ എന്ന ശാസ്ത്രത്തിൽ അതിനെ പറയുക. അപ്പൊ ഈ അവസ്ഥയ്ക്കാണ് മാറ്റം, അറിവിന് മാറ്റമില്ല. അപ്പൊ ആ അറിവായിട്ട് നിൽക്കുന്ന അറിവാണ് ആത്മാവ്. അതാണ് എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിട്ട് ഇരിക്കുന്നത്. ആ അറിവ് ഉണ്ടായി, അതായത് വരിക പോവുകയെ, അതിനൊരു അതായത് നാശം ഉണ്ടാവുകയെ അല്ലെങ്കിൽ ക്ഷയം ഉണ്ടാവുകയെ ഒന്നുമില്ല എന്നാണ്.
ചില ആളുകൾ പറയും ഈ അറിവ് അപ്പ ഉണ്ടാവുന്നതാണ് എന്നാണ്. എന്നാൽ ശരിക്ക് ഈ ജ്ഞാനത്തിന് ഉൽപ്പത്തിനാശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആ വാദം ശരിയല്ല. അതായത് ഈ വന്നും പോയി ഇരിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ, അതായത് ബാല്യം, യൗവനം, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇതിനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനം വരണമില്ല, പോണമില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ ശരീരത്തിൽ തന്നെ 8-9 അവസ്ഥകളുണ്ട് നമുക്കൊക്കെ, അല്ലെ? അതായത് ഗർഭത്തിൽ പ്രവേശിക്കുക, ഗർഭത്തിലിരുന്ന് വളരുക, ജനിക്കുക, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യാവസ്ഥ, മരണം, ഇങ്ങനെ 9 അവസ്ഥകള് ചിന്തിച്ചു നോക്കിയാൽ ആർക്കാ? ശരീരത്തിനാണ്. എനിക്ക് 9 അവസ്ഥകളും ബാധകമല്ല. ആ 9 അവസ്ഥകൾക്കും സാക്ഷിയായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഞാൻ എന്ന ആ അറിവാകുന്ന ആത്മാവ്. അപ്പൊ ആ ആത്മാവാണ് ഞാൻ എന്ന് ബോധിക്കുകയെന്ന് വേണം. അതാണ് നാരായണൻ എന്നാണ്. അതായത് ആ നിർവികാരനായിട്ട് യാതൊരു തരത്തിലുള്ള വികാരവും ഇല്ലാതെ സ്വയമേവ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു ആ ആത്മാവ്. അപ്പൊ ഈ ഭാവം വീണ്ടും വീണ്ടും നമ്മൾ അതായത് ഭാവന ചെയ്ത് ഉറപ്പിക്കണം എന്നാണ്. അങ്ങനെ ഉറപ്പിക്കുമ്പോൾ താൻ ആത്മാവാണെന്നുള്ള അനുഭവം നമുക്കുണ്ടാവും. ആ ആത്മാവാകുന്നത് നാരായണൻ തന്നെ എന്ന ആ തത്വബോധം നമുക്കുണ്ടാവുന്നതാണ്. അത് ഏത് തരത്തിലെ അങ്ങനെ ഒരു ഭാവത്തിലേക്ക് ജീവൻ ഉയരാനായിക്കൊണ്ട് പറ്റുള്ളൂ എന്നാണെങ്കിൽ ഒരു ഭക്തിയ ചേതോ മലാന് വിധമേൽ ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാമലദൃശോ സവിതൃപ്രകാശ. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളില് ആ ഉറച്ച ഭക്തി ഉണ്ടാവുക, അതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അതായത് ഈ കണ്ണില് തിമിരം നീങ്ങിക്കഴിഞ്ഞാല് കണ്ണിലെ തിമിര രോഗം ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തെയും പ്രപഞ്ച വസ്തുക്കളെയും ഒക്കെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുമല്ലോ. അതുപോലെ സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന കർമ്മവാസനകളെ ഭഗവൽ പാതാരവിന്ദങ്ങളിലുള്ള നിഷ്കളങ്ക ഭക്തി കൊണ്ട് കഴുകിക്കളയാൻ കഴിഞ്ഞാൽ ശുദ്ധമായി തീർന്ന മനസ്സില് ആത്മസ്വരൂപം മറവില്ലാതെ കണ്ട് പ്രകാശിക്കുന്നതാണ്. അപ്പൊ ഭക്തി കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിലെ കർമ്മവാസനകളെ നമുക്ക് നശിപ്പിക്കാനായിക്കൊണ്ട് പറ്റുള്ളൂ. ആ ഭക്തി ശരിക്ക് ഇനി അടുത്ത കുറച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, ഈ തിമിര രോഗത്തിനുള്ള ഔഷധ പ്രയോഗം പോലെയാണ് ഭക്തി ആ മനസ്സിലെ കർമ്മവാസനകളെ നശിപ്പിക്കാൻ എന്നാണ്. അതായത് ഈ തിമിര രോഗത്തിന് പണ്ടൊക്കെ അഞ്ജന ചികിത്സ എന്നും പറഞ്ഞൊരു ചികിത്സയുണ്ട് എന്നാണ്. ഈ അഞ്ജന ചികിത്സ എന്ന് വെച്ചാൽ ഒരു തരം മഷി കണ്ണിൽ എഴുതുക. ആ മഷി 1 ദിവസമോ 9 ദിവസമോ 1 മാസമോ എഴുതിയത് കൊണ്ടൊന്നും പെട്ടെന്ന് ആ കണ്ണിന്റെ തിമിരം പോവില്ല. നിരന്തരം നമ്മൾ ആ മഷി എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പതുക്കെ കണ്ണിലെ തിമിരം കുറഞ്ഞ് കണ്ണിന് പ്രകാശം കൂടി വരും. ഇതുപോലെയാണ് ഭഗവാന്റെ അതായത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലുള്ള നിഷ്കളങ്ക ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സിലെ കർമ്മവാസനകളെ നമുക്ക് നശിപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ കർമ്മവാസനകൾ നീങ്ങിക്കഴിഞ്ഞാൽ, മനോമാലിന്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാലോ ശരിക്കും ചിത്തശുദ്ധി വരുമ്പോ ബോധം നമുക്ക് ദൃഢമായിട്ട് തീരുന്നതാണ്. അപ്പൊ താൻ ആത്മാവാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. നോക്കൂ, ആ ഭഗവൽ പാതാരവിന്ദങ്ങളിലുള്ള നിഷ്കളങ്കമായിട്ട് ഹ്യബ്ജനാപചരണ ഈഷണയൊരു ഭക്തിയ, ആ ഭക്തി കൊണ്ട് മാത്രമേ ചേതോമലാന് വിധമേൽ ഗുണകർമ്മജാനി, ആ നമ്മുടെ മനോമാലിന്യങ്ങൾ മുഴുവൻ നശിക്കുള്ളൂ. ആ മനസ്സിലെ അശുദ്ധിയാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ച ഭാവനയെയും ബോധിപ്പിച്ചിരിക്കുന്നത്. ആ മനസ്സിലെ അശുദ്ധി നീങ്ങിക്കഴിഞ്ഞാലോ പിന്നെ പ്രപഞ്ചമില്ല, പ്രപഞ്ച ഭാവനയില്ല, സർവവും ഈശ്വരമയം, ബ്രഹ്മമയം, സർവം ഖണ്ഡിതം ബ്രഹ്മ. ഈ തത്വം നമുക്ക് അനുഭവ സ്വരൂപമായിട്ട് തീരുന്നതാണ്. അപ്പൊ അതിന് എന്താ വേണ്ടത്? ആ ഭഗവാനെ നിഷ്കളങ്ക ഭക്തിയോട് കൂടിയിട്ട് ഭജിക്കുക. ആ ഒരു ഭജനം കൊണ്ട് മാത്രമേ ആ നാരായണനെ നമുക്ക് അറിയാനായി കൊണ്ട് പറ്റുള്ളൂ. നാരായണന്റെ സ്വരൂപം ഞാൻ തന്നെ, നരൻ തന്നെ നാരായണനാണ് എന്ന തത്വത്തിലേക്ക് നമുക്ക് ഉയരാനായി കൊണ്ട് പറ്റുള്ളൂ എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും പറഞ്ഞപ്പോ അപ്പൊ നാരായണ സ്വരൂപം ബോധ്യായി. ആരാ നാരായണൻ? നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം തന്നെ. ആ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ നാരായണൻ. ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പോ നിഴലുള്ള ദിക്കില് ഒരു തെങ്ങ് വെച്ച് നോക്കുക. ഒരു തൈ വെച്ചാൽ ആ തൈയെ സ്ട്രൈറ്റ് ആയിട്ട് വളരുമോ? ഇല്ല.
അതിന് സൂര്യപ്രകാശം എവിടെന്നാ കിട്ടണത് വെച്ചാൽ അവിടത്തേക്ക് വളഞ്ഞു പോകും. അത് കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ ആ അറിവുള്ളത് കൊണ്ടാണ്. അപ്പൊ നാരായണൻ എന്ന് വെച്ചാൽ ഉള്ളിലുള്ള അറിവാണ്. എല്ലാ ജീവന്മാരുടെ ഉള്ളിലും ഇല്ലേ ഈ അറിവ്. എന്റെ ഗുരുനാഥൻ പറയുന്ന അന്ന് ചെറിയ കുട്ടികളെ നോക്കാനാ പറയുക. പ്രസവിച്ചു വിട്ട കുഞ്ഞു കുട്ടികള് അവരെപ്പോഴും ഇപ്പോ മൂക്കില് രണ്ടോട്ടുണ്ട്, കാതിന് രണ്ടോട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾ എവിടെയാ വിരല് വെക്കുക? വായല വെക്കുക. എന്താ കാരണം? അതിൻ്റെ ഉള്ളിലുള്ള അറിവ് അതിനറിയാം ഇതിന് മുമ്പുള്ള ജന്മത്തില് ഇതിലൂടെയാണ് എന്തോ കഴിച്ചത്, അപ്പൊ അനുഭവം വന്നത്. അതുകൊണ്ടാണ് ആ വായിൽ കൊണ്ട് വിരല് വെക്കുന്നത്. അതുപോലത്തെ സകല ജീവജാലങ്ങളുടെ ഉള്ളിലും അപ്പോ സകല ജീവജാലങ്ങളുടെ ഉള്ളിലും അറിവായിട്ടിരിക്കുന്ന ആ ചൈതന്യമാണ് സാക്ഷാൽ നാരായണൻ. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പൊ ഭാഗവതം വായിക്കുന്ന ആളുകളുടെ ഉള്ളിലോ പറയുന്ന ആളുകളുടെ ഉള്ളിലോ കേൾക്കുന്ന ആ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഉള്ളിലും മാത്രമല്ല, സകല ജീവജാലങ്ങളുടെ ഉള്ളിലും അറിവായിട്ടിരിക്കുന്നതാണ് നാരായണൻ. അപ്പൊ നാരായണൻ സർവ്വവ്യാപിയല്ലേ? എല്ലാറ്റിനും അടിസ്ഥാനം എന്താ? അറിവല്ലേ? പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് ശാസ്ത്രം പറയുന്നത്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, ആ അറിവാ സത്യം. നോക്കൂ, നമ്മളെ ചിന്തിച്ചു നോക്കൂ. വീടാണോ സത്യം? വീടിനെ കുറിച്ചുള്ള അറിവാണോ സത്യം? വീട് സത്യമല്ല. വീട് സത്യമാണെന്ന് വെച്ചാൽ ഏത് വീട്ടിലേക്ക് നമുക്ക് കയറി പോവാ. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി പോകണുള്ളൂ. എന്താ കാരണം? നമ്മുടെ വീടിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇപ്പൊ കസേര എന്ന് പറയുമ്പോ കസേര അല്ല സത്യം, കസേരയെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെ സത്യം. അതുകൊണ്ടാണ് നമുക്ക് ആ രൂപം കാണുമ്പോൾ അത് കസേരയാണ് എന്ന് തോന്നുന്നത്. അപ്പൊ ആ അറിവാണ് സത്യമായിട്ടിരിക്കുന്ന വസ്തു. അതാണ് നാരായണൻ. ഇത്രയും കേട്ടപ്പോ രാജാവ് ചോദിക്കുകയാണ്, അങ്ങ് ആ കർമ്മയോഗത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം എന്നാണ്. എന്താ? കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് കർമ്മവാസനകളൊക്കെ നശിച്ച് മനസ്സ് ശുദ്ധമായി തീരും എന്ന് കേട്ടിട്ടുണ്ട്. ആ നിർമ്മലമായി തീർന്ന മനസ്സുകൊണ്ട് പരമാത്മതത്വത്തെ അല്ലെങ്കിൽ നാരായണനെ പ്രാപിക്കാൻ കഴിയും എന്നും കേട്ടിട്ടുണ്ട്. അപ്രകാരമുള്ള കർമ്മയോഗം വദതന പുരുഷോയേന സംസ്കൃത വിദുയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദദേവരം പറയണം. അതായത് ആ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് കർമ്മവാസനകളൊക്കെ നശിച്ച് മനസ്സ് ശുദ്ധമായി തീർന്ന് നിർമ്മലമായി തീർന്ന മനസ്സുകൊണ്ട് പരമാത്മതത്വത്തെ അല്ലെങ്കിൽ നാരായണനെ പ്രാപിക്കാൻ കഴിയും എന്ന് കേട്ടിട്ടുണ്ട്. അപ്രകാരമുള്ള കർമ്മയോഗം എന്താണ് എന്നാണ്. അത് മാത്രമല്ല, അതിന്റെ കൂടെ ഒരു ഉപചോദ്യം കൂടി ഉണ്ട് എന്ന്. എന്താ ഉപചോദ്യം? ഇതേ ചോദ്യം ഏവം പ്രശ്നം ഋഷിൻ പൂർവം അവൃച്ചം വിദുരന്തികേ നാഭ്രുവൻ ബ്രഹ്മണപുത്രാസ്തത്ര കാരണമുച്യതാം. ഇതേ ചോദ്യം കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അച്ഛന്റെ കൊട്ടാരത്തില്, ഇക്ഷ്വാകു മഹാരാജാവിന്റെ കൊട്ടാരത്തില് ഇക്ഷ്വാകു മഹാരാജാവിന്റെ മുമ്പിൽ വെച്ച് ഞാൻ സനകാദി മഹർഷിമാരോട് ചോദിച്ചു എന്നാണ്. അവരന്ന് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന് കാരണം എന്താണ് എന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണം എന്നാണ്. അതായത് ആദ്യം നാരായണനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ നാരായണനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, അതായത് ഈ പ്രപഞ്ചത്തില് ആദിത്യ ചന്ദ്രാദികളുടെ പ്രകാശം കൊണ്ടാണ് ലോകത്തില് ഏതൊരു വസ്തുവും കാണപ്പെടുന്നത്. അതായത് പകല് ആദിത്യന്റെ പ്രകാശം കൊണ്ട് നമ്മൾ ലോകത്തിന്റെ അനുഭവങ്ങളെയൊക്കെ കാണുന്നു. രാത്രി അണച്ച ചന്ദ്രന്റെ ഭാവം കൊണ്ട്. അപ്പോ ലോകത്തില് ഏതൊരു വസ്തുവും കാണപ്പെടുന്നത് ആദിത്യ ചന്ദ്ര അഗ്നികളുടെയൊക്കെ പ്രകാശം കൊണ്ടാണ്. എന്നാൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആദിത്യ ചന്ദ്ര അഗ്നികൾക്ക് പ്രകാശം കിട്ടുന്നത് ഏതിൽ നിന്നാണോ, ആ ആദിത്യ ചന്ദ്രാഗ്നികളെയും കാണുന്നത് ഏതൊരു പ്രകാശം കൊണ്ടാണോ അതാണ് ആ ആത്മാവ് അല്ലെങ്കിൽ നാരായണൻ, ആ ബ്രഹ്മം. അത് സർവത്ര വ്യാപ്തമായിട്ടിരിക്കുന്നുണ്ട്. അത് സർവത്ര വ്യാപ്തമായിട്ട് ഇരുന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ആദിത്യ ചന്ദ്രാഗ്നികൾക്ക് പ്രകാശം ഉണ്ടാകാനോ ലോകത്തിൽ ഏതെങ്കിലും ഒരു വസ്തു കാണപ്പെടാനോ പോണില്ല. അങ്ങനെ തന്നെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അത്യന്തം ജഡങ്ങളാണ്. അവയെ അറിയുന്നതോ ആ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്ക് ആ അറിവ് കിട്ടുന്നത് മനസ്സിൽ നിന്നാണ്. ആ മനസ്സില് അറിവുണ്ടായിത്തീരുന്നത് ബുദ്ധിയുടെ ചേർച്ച കൊണ്ടാണ്. ആ ബുദ്ധിയും ശരിക്കും പറഞ്ഞ ജഡമാണ്. ആ ബുദ്ധിയിലേക്കുള്ള അറിവ് ബുദ്ധിയുടെ സ്വന്തമല്ല, മറ്റൊന്നിൽ നിന്ന് വരുന്നതാണ്. ബുദ്ധിയിലേക്കുള്ള ജ്ഞാനം പ്രവഹിക്കുന്നത് ആത്മസ്വരൂപിയായിട്ടുള്ള ഈശ്വരനിൽ നിന്നാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ അറിവുകളും ഈശ്വര സാന്നിധ്യം കൊണ്ടുണ്ടാവുന്നതാ. ഭഗവാന്റെ നിത്യസാന്നിധ്യം ഈ ലോകത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ ആർക്കും ഒന്നിനെയും അറിയാനായിട്ട് കഴിയില്ല. ഇതുപോലെ വസ്തുക്കൾക്കും ജീവികൾക്കും അവലംബവും ഈശ്വരൻ തന്നെയാണ്.
എല്ലാ വസ്തുക്കളും ഭൂമിയെ ആശ്രയിച്ച് നിൽക്കണു. ഭൂമി ജലത്തെയും, ജലം അഗ്നിയെയും, അഗ്നി വായുവിനെയും, വായു ആകാശത്തെയും, ആകാശം അഹന്തത്വത്തെയും, അഹന്തത്വം മഹത്തത്വത്തെയും, മഹത്തത്വം പ്രകൃതിയെയും, പ്രകൃതി ഈശ്വരനെയും ആശ്രയിച്ച് നിൽക്കുകയാണ്. അപ്പൊ ശ്രീനാരായണനാകുന്ന പരമാശ്രയമില്ല എങ്കിൽ ഇവയ്ക്കൊന്നും യഥാസ്ഥാനം നിൽക്കാനോ തങ്ങളുടെ വ്യാപാരങ്ങൾ ചെയ്യാനോ സാധിക്കില്ല. ഈ വസ്തുത തന്നെയാണ് വ്യക്തി സ്വരൂപത്തിൽ അറിയുമ്പോൾ ലോകത്തിലുള്ള ശബ്ദാദി വിഷയങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളെയും, ഇന്ദ്രിയങ്ങള് മനസ്സിനെയും, മനസ്സ് ബുദ്ധിയെയും, ബുദ്ധി ജീവനെയും, ജീവൻ പരമ അവലംബമായിട്ടുള്ള ഈശ്വരനെയും അവലംബിച്ച് നിൽക്കണോ. ഈശ്വരനാകുന്ന പരമ അവലംബം ഇല്ലെങ്കിൽ ഇവയ്ക്ക് ഒന്നിനും നിൽക്കാനോ അവയുടെ വ്യാപാരങ്ങൾ ചെയ്യാനോ സാധിക്കില്ല. സുഷുപ്തി അവസ്ഥയില് ഇന്ദ്രിയാദി എല്ലാ കരണങ്ങളും പോയി ലയിക്കുന്നത് ആത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരനിലാണ്. ജാഗ്രത അവസ്ഥയിൽ എല്ലാം ഉണർന്നു വരുന്നതും ആ ഈശ്വരനിൽ നിന്ന് തന്നെ. ആ ഉദയാസ്തമനങ്ങളുള്ള എല്ലാ വസ്തുക്കളും ഈശ്വരങ്കിൽ അസ്തമിച്ച് മറയുകയും ഈശ്വരങ്കിൽ നിന്ന് തന്നെ ഉദിച്ചു പൊന്തുകയും ചെയ്യുകയാണ്. ഇങ്ങനെ അറിവ്, പ്രകാശം, അവലംബം ഈ മൂന്ന് ധർമ്മങ്ങളെ കൊണ്ട് ഈശ്വരൻ എല്ലാ ജീവികൾക്കും വസ്തുക്കൾക്കും എപ്പോഴും എവിടെയും പരമ ആശ്രയമായിട്ടിരിക്കുന്നു എന്ന പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് തന്നെയാണ് നാരായണ സ്വരൂപിയായിട്ടുള്ള ഈശ്വരന്റെ ലോകത്തിലെ സ്ഥിതി രൂപമാണ്. ഇതാണ് ആ നിമി ചക്രവർത്തി അതായത് ഇപ്പോ പിപ്പലായന യോഗി ഈശ്വരൻ നിമി ചക്രവർത്തിക്ക് കൊടുത്ത ഉപദേശത്തിന്റെ സാരമാണ് നാരായണനെ കുറിച്ചുള്ള അറിവ് എന്നാണ്. അപ്പോഴാണ് പറഞ്ഞത് ആ നാരായണനെ അറിയാത്തത്. എല്ലാവരുടെ ഉള്ളിൽ നാരായണൻ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നാരായണൻ ഉണ്ടെങ്കിൽ നമുക്ക് നാരായണനെ അറിയാൻ പറ്റണില്ലല്ലോ. എന്താ അതിന് കാരണം? അതിന് കർമ്മവാസനകള്. ഈ കർമ്മവാസനകള് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ, ആ നാരായണനെ മൂടി വെച്ചിരിക്കുക. ആ കർമ്മവാസനകളെ കൊണ്ട് നമുക്ക് നാരായണനെ കാണുന്നതിന് പകരം പ്രപഞ്ചത്തെ കാണുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. കാരണം കർമ്മവാസന പ്രപഞ്ചഭാവനയിലാണല്ലോ കർമ്മവാസനകൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ നാരായണനുള്ളിലുണ്ട്. കർമ്മവാസനകൾ ഇല്ല എങ്കിൽ നമുക്ക് നാരായണനെ തന്നെ കാണാൻ പറ്റുള്ളൂ എല്ലായിടത്തും. അപ്പൊ ഇവിടെ ഈ കർമ്മവാസനകളാണ് നാരായണനെ അനുഭവിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ കർമ്മവാസനകളെ നശിപ്പിക്കാൻ കർമ്മയോഗം നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതാണ് അടുത്ത് ചോദിച്ചത്. കർമ്മയോഗത്തെ ഉപദേശിച്ചു തരണം. രാജാവിന്റെ 6ാമത്തെ ചോദ്യമാണ്. മാത്രമല്ല അതിനൊരു ഉപചോദ്യം ചോദിക്കുന്നതോ പണ്ട് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായിട്ട് സനകാദികള് അരമനയിൽ വന്നപ്പോ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു. അതിന് അവര് മറുപടി ഒന്നും പറയാണ്ട് പോയി. അങ്ങനെ അവര് മറുപടി ഒന്നും പറയാതെ പോകാൻ എന്താണ് കാരണം? അതും ഒന്ന് അറിയണം എന്നാണ്. അവര് സനകാദികള് സർവജ്ഞന്മാരാണ്, ഈശ്വര സ്വരൂപികളാണ്. അവർക്ക് അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? പക്ഷെ ആ അറിയാത്തതല്ല അവർക്ക് അറിയുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് അതെനിക്ക് പറഞ്ഞു തന്നില്ല? അറിവുള്ളവര് പറഞ്ഞു കൊടുത്താലല്ലേ അറിവില്ലാത്തവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോ എന്തോ തക്കതായിട്ടുള്ള കാരണം ഉണ്ടായിരിക്കും അവര് പറയാതിരിക്കാൻ. അതെന്താണ്? അപ്പോഴാണ് അതിന് ആവിർഹോത്രൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത് എന്നാണ്. ഇനി ആ കർമ്മയോഗത്തെ കുറിച്ച് പറയുകയാണ്. ഈ കർമ്മയോഗത്തില് അല്ലെങ്കിൽ വേദത്തില് കർമ്മത്തെ 3ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കർമ്മ ആകർമ്മ വികർമ്മേതി വേദവാദോ നലൗകിക വേദസ്യ ശേഷരാത്മത്വാൽ തത്ര മുഖ്യന്തി സൂരയ. ആവിർഹോത്ര യോഗീശ്വരൻ പറഞ്ഞു ഈ വേദത്തില് കർമ്മത്തെ കർമ്മം, അകർമ്മം, വികർമ്മം എന്ന 3 തരത്തിൽ വിഭജിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് വേദത്തിൽ വിധിച്ച ധർമ്മത്തെയാണ് കർമ്മം എന്ന് പറയുക. എപ്പോഴും ഇതിപ്പോ എല്ലാവർക്കും ഒരു സംശയമായിട്ട് തീർന്നിരിക്കുന്ന കാര്യമാണ് ഈ വേദത്തിന്റെ ഈ ഭാവം എന്നാണ്, കർമ്മത്തെ കുറിച്ച് എന്നാണ്. അപ്പോ വേദത്തില് കർമ്മം, അകർമ്മം, വികർമ്മം 3 ഭാവത്തിൽ വിഭജിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ കർമ്മം എന്ന് വെച്ചാല് വേദത്തിൽ വിധിച്ച ധർമ്മത്തെയാണ്, ഇന്നത് ചെയ്യണം എന്ന് വേദത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതാണ് ധർമ്മം. അതാണ് കർമ്മം. വേദത്തിൽ വിധിച്ച ധർമ്മത്തെയാണ് കർമ്മം എന്ന് പറയുക. പിന്നെ അകർമ്മം എന്നുള്ളതാണ് ധർമ്മത്തെ, വേദത്തിൽ വിധിച്ച ധർമ്മത്തെ ആചരിക്കാതിരിക്കലാണ് അകർമ്മം എന്നാണ്. അത് ദോഷാണ്. പറഞ്ഞത് നമ്മൾ ചെയ്യണം, അവനവന്റെ ഡ്യൂട്ടി അല്ലേ. അതുപോലെ വികർമ്മം എന്ന് വെച്ചാലോ വേദത്തിൽ ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട്. ആ വേദത്തിൽ നിഷേധിച്ചതായ ആ ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിഷേധിച്ച അധർമ്മത്തിനെയാണ് വികർമ്മം എന്ന് പറയുക. ഇങ്ങനെ വേദം കർമ്മത്തിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഈ വേദത്തിന്റെ സ്വഭാവം എന്താണ്? അത് വേദവാദോ എന്ന ലൗകിക, വേദവാക്യങ്ങള് ലൗകികങ്ങളല്ല എന്നാണ്. അത് ഈശ്വരവാക്യമാണ്.
അതുകൊണ്ട് അതിന്റെ അർത്ഥം അറിയാൻ പ്രയാസമുണ്ട്. ഈശ്വരനെ അറിയാൻ എത്രത്തോളം പ്രയാസമുണ്ടോ അത്രത്തോളം പ്രയാസമുണ്ട് ഈശ്വരന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള വേദങ്ങളുടെ താല്പര്യം അറിയാനും. എന്താ ഈശ്വരന്റെ സ്വരൂപം എന്ന് പറയുന്നത്? യസ്യ നിശ്വസിതം വേദ എന്നാണ്. ഏതൊരുത്തന്റെ നിശ്വാസത്തിൽ നിന്നാണോ വേദങ്ങൾ ഉണ്ടായിരിക്കും, ഈശ്വരന്റെ നിശ്വാസത്തിൽ നിന്നാണ്. അപ്പോ ഈശ്വരനെ അറിയാനുള്ള പ്രയാസം പോലെ തന്നെ വേദങ്ങളുടെ താല്പര്യം അറിയാനും അതിന് പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥമല്ല നമ്മൾ എടുക്കേണ്ടത്. അതിന് അതിന്റെ അപ്പുറത്ത്, അതായത് ആ പരോക്ഷമായിട്ടുള്ള അർത്ഥമാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ്, പ്രത്യക്ഷമായിട്ടുള്ളതല്ല എന്നാണ്. അതുകൊണ്ടാണ് വേദം പഠിക്കാൻ ഇന്ന ആളുകൾക്ക് യോഗ്യതയുള്ളൂ എന്ന് ശാസ്ത്രം പറയാൻ കാരണം. എന്താ? അത്രയും മനഃശുദ്ധി വന്ന ആളുകൾക്ക് വേദ സമ്പ്രദായത്തെ, വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ താല്പര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേദത്തിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ചിലപ്പോൾ അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം മനസ്സിലായി എന്ന് വരാം. പക്ഷെ ഇപ്പോ അതിന്റെ താല്പര്യം, അതിന്റെ പിന്നിലുള്ള ആ ലക്ഷ്യം മനസ്സിലാകണമെങ്കിൽ മനസ്സ് അങ്ങേറ്റം ശുദ്ധമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ്. നോക്കൂ, ഇവിടെ പറയുകയാണ് ആ വേദവാക്യങ്ങള് ഈശ്വരവാക്യമായതുകൊണ്ട് വേദസ്യ ശേഷരാത്മത്വാൽ തത്ര മുഖ്യന്തി സൂരയ. അതായത് ഈശ്വരവാക്യമായതുകൊണ്ട് അതിന്റെ അർത്ഥം അറിയാൻ പ്രയാസമുണ്ട്. വിദ്വാൻമാര് പോലും അതിന്റെ സ്വരൂപം മനസ്സിലാക്കാൻ കഴിയാണ്ട് മോഹിക്കുകയാണ്. അപ്പൊ ഇവിടെ ആ വേദത്തില് കർമ്മത്തെ മൂന്നായിട്ട് വിഹിതമായിട്ട് പ്രവൃത്തികൾ ചെയ്യുന്നത് കർമ്മം, വിഹിത കർമ്മം ചെയ്യാതിരിക്കുന്ന അകർമ്മം, ചെയ്യാൻ പാടില്ലാത്ത അവിഹിത കർമ്മം ചെയ്യുന്നത് വികർമ്മം, ഇങ്ങനെ 3 തരത്തിൽ മാറ്റിയിട്ടുണ്ട്. എന്താ വേദത്തിന്റെയൊക്കെ ഭാവം? പരോക്ഷവാദോ വേദോയം ബാലാനാം അനുശാസനം കർമ്മമോക്ഷായ കർമാണി വിദത്തേഹം യഥാ. വേദം പരോക്ഷവാദമാണെന്നാ പറയുക. അതായത് പുരഞ്ജനോപാഖ്യാനം പറയുമ്പോൾ അതൊന്ന് അനുസ്മരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പൊ ഇവിടെ ആ പരോക്ഷവാദമാണ് വേദം എന്നാണ്. അതില് വളരെ അവയുടെ താല്പര്യം വളരെ ഗഹനമാണ്. അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ വിദ്വാൻമാര് പോലും മോഹിക്കുന്നു. അപ്പോ സനകാദികൾ അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വന്ന സമയത്ത് അവരങ്ങയ്ക്ക് ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരാതിരിക്കാൻ കാരണം അങ്ങ് കുട്ടിയല്ലേ, ബാലനാണ്. അപ്പൊ അത് ആ വേദത്തിന്റെ താല്പര്യം പറഞ്ഞാൽ അങ്ങയ്ക്ക് മനസ്സിലാവില്ല. സാധാരണ സൂര്യകൾക്ക് പോലും മനസ്സിലാവില്ലെങ്കിൽ കുട്ടിയായ അങ്ങയ്ക്ക് മനസ്സിലാവുമോ? അതുകൊണ്ടാണ് അങ്ങയ്ക്ക് മനസ്സിലാക്കാൻ കഴിവില്ല എന്നുള്ളത് കൊണ്ടാണ് സനകാദികള് അന്ന് അങ്ങയ്ക്ക് അതിന്റെ താല്പര്യം പറഞ്ഞു തരാതിരുന്നത്, ആ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നത് എന്ന് പറയുകയാണ്. വേദം കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ, അതായത് ധർമ്മം ആചരിക്കാൻ ഉപദേശിക്കുന്നുണ്ട്. തന്റെ പരമാർത്ഥ സ്വരൂപമായിട്ടുള്ള ആത്മതത്വത്തെ അറിയാത്തവനും ഇന്ദ്രിയങ്ങളെ, അതായത് നാചരേ വസ്തുവേദോക്തം സ്വയമജ്ഞാജിതേന്ദ്രിയ വികർമ്മണ ഹൃധർമ്മേണ മൃത്യുമുപൈദിസ. അതായത് ആ മുമ്പിലെ ശ്ലോകത്തിൽ പറഞ്ഞ പരോക്ഷവാദോ വേദോയം ബാലാനാം അനുശാസനം വേദസ്യ ശേഷരാത്മ കർമ്മമോക്ഷായ കർമാണി വിദത്തേ ഹൃതം യഥാ. അതായത് ഈ വേദം പരോക്ഷവാദാണ്, അറിവില്ലാത്തവരെ അനുശാസിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കർമ്മത്തിൽ നിന്ന് വിടർത്താനുള്ള ഉപായമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യണം എന്ന് വേദത്തിൽ വിധിച്ചിരിക്കുന്നത്. അപ്പൊ വേദത്തിന്റെ താല്പര്യം പ്രവൃത്തിയല്ല, നിവൃത്തിയാണ് എന്നർത്ഥം. അപ്പൊ നമ്മൾ ഈ വേദത്തിൽ താല്പര്യം പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് ധാരാളം കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ കർമ്മത്തിൽ നിന്ന് വിടർത്താനാണ് കർമ്മം അനുശാസിക്കുന്നത്. ഈ വേദത്തില് ബാലന്മാർക്ക് ഔഷധം കൊടുക്കുന്നത് പോലെയാണത് എന്നാണ്. കർമ്മം ചെയ്യാനുള്ള പ്രേരണ തരാൻ വേണ്ടിയിട്ട് ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടുന്നൊക്കെ ആ രോചനാർത്ഥ ഫലശ്രുതി അതിന് അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും. വാസ്തവത്തില് ഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല കർമ്മം ചെയ്യേണ്ടത്. കർമ്മം നിഷ്കാമമായിട്ട് ചെയ്ത് പിന്നെ കർമ്മം ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഇന്നത് ചെയ്യണം എന്ന് പറയാം. അപ്പോ ഈ ബാലന്മാർക്ക് ഔഷധം കൊടുക്കാൻ വേണ്ടിയിട്ടേ അല്ലേ, ഇപ്പൊ പണ്ടൊക്കെ ഈ കടുക്ക മോരിലിട്ട് വെക്കുക, എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് ഈ കടുക്ക മോര് കുടിപ്പിക്കും കുട്ടികളെ. പണ്ടൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, അതിന്റെ ഓർമ്മ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അത് പറയണത്. ആ കടുക്ക മോരിലിട്ട് വെച്ചാൽ തന്നെ അന്ന് രാത്രി ഉറക്കം തന്നെ ഉണ്ടാവില്ല, അത് നാളെ കുടിക്കണ്ടേന്ന് പേടിച്ചിട്ട് എന്നാണ്. അപ്പൊ ഇത് കുടിക്കാൻ നല്ല പ്രയാസമാ. അതുപോലെ തന്നെ ഈ കാലില് കരപ്പെന്നുള്ള സൂക്കടൊക്കെ വന്നു കഴിഞ്ഞാൽ വൈദ്യനെ കാണിച്ചാല് വൈദ്യന് ഒരു കഷായം തരും, നല്ല കയ്പുള്ള കഷായമാണ്, അത് കുടിക്കാൻ പറ്റില്ല.
അതിന് പണ്ടൊക്കെ ഈ കഷായം കൊടുക്കാൻ നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ട്, ഗോകർണം എന്നാണ് അതിന്റെ പേര് അല്ലേ, നാവ് നീണ്ടൊരു സാധനം. പണ്ടത്തെ അമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഗോകർണത്തിൽ കഷായം ആക്കിയിട്ട് ആ കുട്ടിയെ മടിയിൽ കിടത്തിയിട്ട് അമ്മ കുട്ടിയുടെ വായ പൊളിച്ച കഷായം ഒഴിച്ചു കൊടുത്താൽ ഗോകർണം മാറ്റി വീണ്ടും അവ അമ്മയുടെ മുഖത്തന്നെ തുപ്പും. അതിന് അത്ര കയ്പാണ്, കഴിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മയ്ക്കൊരു യുക്തി ഉണ്ട്, എന്താ, ഒരു കയ്യില് ഒരു കഷ്ണം കൽക്കണ്ടം എടുത്ത് കുടിക്കും. എന്നിട്ടോ, ഉണ്ണി ഈ കഷായം കഴിച്ചാൽ ഈ കൽക്കണ്ടം തരാം. അപ്പൊ അവന്റെ നോട്ടം മുഴുവൻ ഏൽപ്പിക്കുക ഈ കൽക്കണ്ടത്തിലേക്കാണ്. അപ്പോ ആ കഷായം കുടിച്ചാലേ കൽക്കണ്ടം കിട്ടുള്ളൂ. അപ്പൊ കുട്ടി കൽക്കണ്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കഷായം പഠിച്ച് പിടിച്ച് കണ്ണടച്ച് അത് കുടിക്കുന്നതാണ്. അപ്പൊ കൽക്കണ്ടം മേടിക്കും നമ്മുടെ കയ്യിൽ നിന്നാണ്. ഈ കടുക്കന്മാര് കുടിക്കുന്ന സമയത്തും അമ്മ ഒരു കഷ്ണം ശർക്കര പൊട്ട തരിക. ഈ ശർക്കര പൊട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കടുക്കന്മാര് കഴിക്കുകയാണ്. ഇതുപോലെ വാസ്തവത്തിൽ ആ കുട്ടി കഷായം കുടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കൽക്കണ്ടം കിട്ടാൻ വേണ്ടിയിട്ട്. അമ്മ കഷായം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? സൂക്കട് മാറാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേദമാതാവ് കർമ്മം വിധിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കർമ്മവാസനകളാകുന്ന കരപ്പനില്ലാണ്ടാവാൻ. പക്ഷെ നമ്മൾ കർമ്മം ചെയ്യുന്നത് അത് കിട്ടാൻ എന്ത് പോവാൻ, അതുകൊണ്ടാണ് അത് നേരെ ചൊവ്വയാവാത്തത് എന്നാണ്. അപ്പൊ ഇവിടെ ആ ബാലാനാം അനുശാസനം എന്നാണ്, ബാലന്മാർക്ക് ഔഷധം കൊടുക്കുന്നത് പോലെയാണെന്നാണ്. അപ്പൊ ഋഷിമാര് വേദത്തെ പരോക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മജ്ഞാനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്ത് പുണ്യപാപങ്ങൾ സമ്പാദിക്കാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ സ്വർഗസുഖങ്ങളെ പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല. തീരെ ദോഷകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അല്പദോഷമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞത് മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടാ. മാതാപിതാക്കള് കുട്ടികൾക്ക് കൈപ്പുള്ള ഔഷധം കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഔഷധത്തിന് പ്രയോജനം അറിയില്ല. അപ്പൊ അതുപോലെയാണ്. അതോ ഇവിടെ പറയണോ, നാജരേലസ്തു വേദോക്തം സ്വയം അജ്ഞാചിത ഇന്ദ്രിയ വികർമ്മണാഹതത്മേണ മൃത്യുമുപൈദിസ. ആ ജീവന്റെ അവസ്ഥയത്തല്ല, സ്വയം അജ്ഞാനിയാണ്. സ്വയം അജ്ഞാനിയും ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ ഇരിക്കുന്ന ഒരാള് ആ വേദോക്തമായിട്ടുള്ള കാര്യങ്ങൾ ആചരിക്കാതിരുന്നാൽ അവൻ നിഷിദ്ധ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ആ വീണ്ടും ജനനമരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ പതിക്കും. അതിന് സംശയമൊന്നും വേണ്ട. അപ്പൊ അവനെ അതിൽ നിന്ന് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അജ്ഞന്മാരെ ക്രമേണ കർമ്മത്തിൽ നിന്ന് നിവർത്തിപ്പിക്കാനായിട്ട് വേദം കർമ്മങ്ങളെ അനുഷ്ഠിക്കാനായിട്ട് ഉപദേശിക്കുകയാണ്. തൻ്റെ പരമാർത്ഥ സ്വരൂപമായിട്ടുള്ള ആത്മതത്വത്തെ അറിയാത്തവരും വേദോക്തമേവ കുർവാണോ നിസ്സംഗോർപ്പിതമീശ്വരേ നൈഷ്കർമ്യാം ലഭതേ സിദ്ധിം യോജനാർത്ഥാഫലശ്രുതി. തന്റെ പരമാർത്ഥ സ്വരൂപത്തെ, ആത്മതത്വത്തെ അറിയാത്തവനും ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനും അജ്ഞനുമായിട്ടുള്ള ജീവൻ വേദത്തിൽ വിധിച്ച ധർമ്മത്തെ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ എന്ത് പറ്റും? അധർമ്മം ചെയ്ത് വീണ്ടും ജനന മരണങ്ങൾ അനുഭവിച്ച് അധപ്പതിക്കും. ആ വേദത്തിൽ വിധിച്ച കർമ്മങ്ങളെ നിസ്സംഗനായിട്ട്, അതാണ് വേദോക്തമേവ കുർവാണോ നിസ്സംഗോർപ്പിതമീശ്വരേ. വേദത്തിൽ വിധിച്ച ധർമ്മങ്ങള് നിസ്സംഗനായിട്ട് ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടെ അനുഷ്ഠിക്കാൻ കഴിഞ്ഞാല് ക്രമേണ കർമ്മവാസനകളെ നശിച്ച് നൈഷ്കർമ്യാം ലഭതേ സിദ്ധിം യോജനാർത്ഥാഫലശ്രുതി. ശരിക്ക് ആ കർമ്മവാസനകളെ നശിച്ച് നൈഷ്കർമ്മ്യ സിദ്ധി കൈവരുന്നതാണ്. മനസ്സിലെ കർമ്മവാസനകൾ നശിക്കല് തന്നെയാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നത് എന്നാണ്. ആ അജ്ഞരായിട്ട് സ ആശു ഹൃദയഗ്രന്ഥിം നിർജിഗീഷു പരാത്മന വിധിനോപചരയിൽ ദേവം തന്ത്രോക്തേന കേശവം. അങ്ങനെ അജ്ഞന്മാരായിട്ടുള്ള ജീവന്മാരെ വൈദിക കർമ്മങ്ങളിലേക്ക് ആകർഷിക്കാനാണ് ഫലശ്രുതി. ഇന്ന കർമ്മം കൊണ്ട് ഇന്ന ഫലം കിട്ടും എന്ന് പറഞ്ഞത്. അപ്പൊ വേദത്തിൽ വിധിച്ച ധർമ്മങ്ങളെ ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കല്, അതാണ് ശരിക്ക് കർമ്മയോഗം. ആ തരത്തിലുള്ള കർമ്മയോഗം ശരിക്കും എന്താ, നമ്മള് കർമ്മയോഗം കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി ജീവന് ആത്മപ്രാപ്തിയിലേക്ക് എത്താനായിക്കൊണ്ട് കഴിയും. അവിടെ പറയുകയാണ്, ഈ ആശുഹൃദയ ഗ്രന്ഥിം നിർജിഗീഷു പരാത്മന വിധിനോപചരേ ദേവം തന്ത്രോക്തേന കേശവം എന്നാണ്. അതായത് ഏതൊരാളാണോ പരമാത്മാവായിരിക്കുന്ന തന്റെ ഹൃദയത്തിൽ പറ്റിയിരിക്കുന്ന ആ ഹൃദയഗ്രന്ഥിയെ ആ വേഗത്തിൽ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ എന്ത് വേണം? തന്ത്രത്തിൽ പറഞ്ഞ വിധിപ്രകാരം ദേവനായിട്ടുള്ള കേശവനെ ഉപാസിക്കണം എന്നാണ്. ശരീരമാണ് ആത്മാവ് എന്ന ഭാവേന അനാദിയായിട്ടുള്ള കർമ്മബന്ധങ്ങളെ കൊണ്ട് ഹൃദയത്തിൽ പറ്റിച്ചേർന്നിരിക്കുന്ന വാസനകളെയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്.
ഇങ്ങനെ ശരീരം ആത്മാവാണ് എന്നുറച്ചിരിക്കുന്ന ഭാവനയെ നശിപ്പിക്കാൻ താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മങ്ങള് ആ ക്രിയായോഗം അനുഷ്ഠിക്കുന്നത് നല്ലതാണെന്നാണ്. അപ്പൊ ആ ഹൃദയഗ്രന്ഥി, ആ ശരീരമാണ് താൻ എന്നുള്ള അഹങ്കാരം, അതിനെ തന്നെയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്. അതിനെ വേഗം മുറിച്ചു കളയണം എന്നാഗ്രഹമുള്ളവര് തന്ത്രത്തിൽ പറഞ്ഞ പൂജാവിധിയിലൂടെ ഭഗവാനെ ആരാധിക്കണം. ഭഗവത് പൂജയാകുന്ന ക്രിയായോഗം കർമ്മയോഗത്തെക്കാളും സുഗമമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ ക്രിയായോഗം പൂജാ സമ്പ്രദായം കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഒന്നും അല്ല, അത് ശരിക്ക് വേദത്തിന്റെ സമ്പ്രദായം തന്നെയാണ്. അപ്പോ ആ ഭഗവത് പൂജയാകുന്ന ക്രിയായോഗം കർമ്മയോഗത്തെക്കാളും സുഗമമാണെന്നാണ് അവിടെ അഭിപ്രായം. ഗുരുവിന്റെ അനുഗ്രഹത്തോടും ഉപദേശത്തോടും കൂടി ഭഗവാനെ ഇഷ്ടദേവതാ സ്വരൂപേണ ആരാധിക്കുക. അതിന് ആദ്യം എന്ത് വേണം? ലബ്ധാനുഗ്രഹ ആചാര്യ തേന സന്ദർശിതാഗമ മഹാപുരുഷം അഭ്യർത്ഥ്യേൻ മൂർത്തിയാഭിമതയാത്മന. ആ ഗുരുവിന്റെ അനുഗ്രഹമാണ് അടിസ്ഥാനമായിട്ട് വേണ്ടത്. ഉപദേശം സ്വീകരിക്കുക, ഭഗവാനെ ഇഷ്ടദേവതാ സ്വരൂപേണ ആരാധിക്കുക. സ്നാനാദികൾ കൊണ്ട് ശരീരത്തെ ശുചി സമ്മുഖമാസീന പ്രാണസംയമനാദിഭി, അതായത് ആ സ്നാനാദികൾ കൊണ്ട് ശരീരത്തെയും പ്രാണായാമം കൊണ്ട് മനസ്സിനെയും ശുദ്ധമാക്കി തീർത്ത ശേഷം, പ്രാണായാമം കൊണ്ട് തൽക്കാലം മനസ്സ് ഒന്ന് നിശ്ചലമായി തീരും. അതുകൊണ്ടാണ് പ്രാണായാമം കൊണ്ട് മനസ്സിനെയും ശുദ്ധമാക്കി തീർത്ത ശേഷം അംഗന്യാസം കൊണ്ട് സ്വയം രക്ഷ ചെയ്യുക. അതിനുശേഷം വേണം ഭഗവാനെ പൂജിക്കാൻ. ഹൃദയത്തിലോ വിഗ്രഹത്തിലോ ഭഗവാനെ പൂജിക്കാം. വിഗ്രഹത്തിലാണ് പൂജിക്കുന്നത് എങ്കിൽ പൂജിക്കുന്ന സ്ഥലം, സ്വന്തം ശരീരം, ഭഗവാന്റെ ബിംബം ഇവയെയും പീഠത്തെയും പുണ്യാഹജലം തെളിച്ച് ശുദ്ധമാക്കി തീർക്കുക. പിന്നെ പാദ്യം, അർഘ്യം ഇവയ്ക്കുള്ള ജലത്തെയും മറ്റു പൂജോപകരണങ്ങളെയും സമീപത്ത് ഒരുക്കി വെക്കുക. അതിനുശേഷം മൂലമന്ത്രമൊക്കെ ജപിച്ച് ഭഗവാനെ പൂജിക്കാം. അവയവങ്ങള്, ആയുധങ്ങള് ഇവയോടും അതുപോലെ പാർഷദന്മാരോടും കൂടിയ ഭഗവാനെ മൂലമന്ത്രം കൊണ്ട് പൂജിക്കുക. മൂലമന്ത്രം കൊണ്ടും അർഘ്യം, പാദ്യം, ആചമനീയം, അഭിഷേകം, വസ്ത്രാഭരണങ്ങള്, ചന്ദനം, പുഷ്പം, നിവേദ്യം മുതലായവ കൊണ്ടൊക്കെ പൂജിക്കുക. സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുക, നമസ്കരിക്കുക. ആ പൂജിക്കുന്ന സമയത്ത് ആത്മാനന്ദ അന്മയം ധ്യായൻ മൂർത്തിം സംഭൂതിരേ ശേഷാമാതായ ശിരസി. അവിടെ പറയാണ്, ആ പൂജിക്കുന്ന സമയത്ത് പൂജിക്കുന്ന പൂജകനായിട്ടുള്ള തന്നെ ഭഗവന്മയനായിട്ട് കാണണം എന്നാണ്. പിന്നെ അതിനുശേഷം ഭഗവാനെ സമർപ്പിച്ച മാല, പുഷ്പം എന്നിവയെ പ്രസാദമായിട്ട് ശിരസിൽ ധരിക്കുക. അങ്ങനെ ആ പൂജ കൊണ്ട് എന്താ വേണ്ടത്? പൂജിക്കുന്ന ആളെ പൂജിക്കപ്പെടുന്ന ഈശ്വരഭാവത്തിലേക്ക് ഉയരുക, ഈശ്വരനായിട്ട് തീരുക. അതിനു വേണ്ടിയിട്ടാ. അതിനുശേഷം ഉദ്വസിക്കുക, പൂജ സമാപിക്കുക. ഇപ്രകാരം അഗ്നി, ജലം, സൂര്യൻ, അഗ്നി, സൂര്യൻ, ജലം എന്നിവയിലും അതിഥിയിലും സ്വന്തം ഹൃദയത്തിലും ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് പൂജിക്കുന്ന സാധകൻ വളരെ വേഗത്തില് സംസാര വാസനകളെ നശിച്ച് മുക്തനായിട്ട് തീരുമെന്ന് പറയുകയാണ്. അപ്പൊ പൂജാ സമ്പ്രദായം നോക്കൂ. എളുപ്പം തന്നെ ജീവനെ ഈശ്വരപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിയായോഗം. അപ്പൊ അതൊന്നും പലപ്പോഴും അതിന്റെ തത്വം മനസ്സിലാക്കിയിട്ട് ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താത്തത്. അത് ആ ബാഹ്യമായിട്ടുള്ള അനുഭവങ്ങളെ തരുന്ന ഒരു ഭാവത്തിൽ മാത്രമേ എത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ തത്വം ശരിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന ആള് കുറച്ച് കഴിയുമ്പോൾ ശരിക്കും മനഃശുദ്ധി വന്ന് ആ ഈശ്വരനായിട്ട് മാറുന്ന. അതുകൊണ്ടാണ് നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ആ പൂജ ആ സമ്പ്രദായം, അത് ചെയ്യുന്ന ആളുകളെ കണ്ടാൽ തന്നെ നമുക്ക് അവരുടെ ഉള്ളിലും നാം കാണുന്ന നമുക്കും ഒരു ഈശ്വരീയമായിട്ടുള്ള ഭാവന അവരെ ഉണ്ടാവുന്നതാണ്. കാരണം അവർ പതുക്കെ പതുക്കെ ആ ഈശ്വരഭാവത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. അങ്ങനെ ഈശ്വരനായിട്ട് മാറുകയാണ്. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ പൂജയോ കർമ്മങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിന്റെ ആവശ്യമില്ലല്ലോ. ആ ഒരു നിലയിലേക്ക് അതുകൊണ്ടാണ് രാമകൃഷ്ണദേവന്റെ കഥയിലൊക്കെ പറയും, രാമകൃഷ്ണദേവൻ ആ കാളിയെ പൂജിച്ച് അവസാനം പൂവെടുത്ത് തന്റെ ശരീരത്തിൽ തന്നെ ഇട്ടുന്നാണ്. ആളുകളൊക്കെ നോക്കി നിന്ന ആളുകൾ എന്താ പറഞ്ഞത്? പൂജാരിക്ക് കുറുക്ക് പിടിച്ചു എന്നൊക്കെയാ പറഞ്ഞത്. ഇത് ആ പൂജയുടെ ശരിക്കും ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ ആ പൂജിക്കപ്പെടുന്ന ഈശ്വരൻ താൻ തന്നെ എന്ന ഭാവത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആ ആത്മാവായിട്ട് മാറുക, ജീവൻ ആത്മതത്വത്തിലേക്ക് ഉയരുക, ആ ഭാവത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ആ പെട്ടെന്ന് തന്നെ സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തിയെ പ്രാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് ആവൃഹോത്ര യോഗി ആ കർമ്മയോഗത്തിന് പൂജാ സമ്പ്രദായത്തിന്റെ വിധിയെക്കുറിച്ച് പറയുന്നതിനെ ഉപസംഹരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണ് ഇനി ഇത്രയും കേട്ടപ്പോ ആ നിമി മഹാരാജാവ് ചോദിക്കുകയാണ്, യാനി കർമാണി സ്വച്ഛന്ത ജന്മഭി ചക്രേ കരോതി കർത്താവ ഹരിസ്ഥാനി ഭ്രുവന്തുന.
ആ ഭഗവാൻ ഏതെല്ലാം ജന്മം എടുത്തിട്ടുണ്ടോ, ഓരോ അവതാരങ്ങളിലും ഏതേത് കർമ്മങ്ങളാണോ ചെയ്തിരിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അവയെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരണേ എന്നാണ് ഇനി അടുത്ത നിമി മഹാരാജാവ് ചോദിക്കുന്നത്. അതിന് ദ്രുമിളൻ എന്ന യോഗീശ്വരൻ, എന്താ ദ്രുമിളൻ എന്ന് വെച്ചാല് ധ്രുമം പോലെ, ആ വൃക്ഷം പോലെ വളർന്നവൻ എന്നാണ്. ഒരുപാട് അനുഭവങ്ങളൊക്കെ വന്ന അനുഭവസ്ഥനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാന്റെ പ്രഭാവത്തെ എല്ലാറ്റിലും കണ്ടുകൊണ്ട് അതിനെ ഉത്ബോധിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദ്രുമിളനെ കൊണ്ടാണ് ഭഗവത് അവതാരങ്ങളെ കുറിച്ച് വർണ്ണിപ്പിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനുസ്മരിക്കാം. ഏതായാലും ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിച്ച ഈ ക്ലാസ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ഇന്ന് ഈ ജ്ഞാനയജ്ഞം ഭഗവാന് സമർപ്പിച്ച് ഇന്നത്തെ യജ്ഞസമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിട്ടുള്ള മഹാത്മാവാണ് മുരളീകൃഷ്ണൻ മകം നക്ഷത്രം. അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണെന്ന്, പിറന്നാളാണ്. അപ്പോ ഈ പിറന്നാൾ ആഘോഷിക്കുന്ന മുരളീകൃഷ്ണന് ആയുരാരോഗ്യ സൗഖ്യം, അവരുടെ കുടുംബത്തിന് തന്നെ ഭഗവത് അനുഗ്രഹം വീണ്ടും വീണ്ടും ഉണ്ടാവണേ എന്ന് ഈ സത്സംഗത്തില് പങ്കെടുക്കുന്ന ഓരോ ഭക്തന്മാരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അദ്ദേഹം ഈ തരത്തിലൊരു യജ്ഞസമർപ്പണം നടത്തിയത് കൊണ്ടാണ് നമുക്കിപ്പോ അവിടെ നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് ഭഗവാന്റെ പ്രഭാവത്തെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിക്കൊണ്ട് കഴിയുന്നത് എന്നാണ്. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞോ എന്നുള്ളതല്ല, മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ്. നമ്മൾ ഈശ്വരനെ കുറിച്ചുള്ള അന്വേഷണം, എല്ലാ അന്വേഷണങ്ങളുടെയും അവസാനമായിട്ടിരിക്കുന്നത് ഈശ്വരനിൽ എത്തുമ്പോഴാണ്. എല്ലാ അറിവും പൂർണ്ണമാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മളായിട്ട് അനുഭവിക്കുമ്പോഴാണ്. അപ്പോ ഈ മനുഷ്യ ജന്മം തന്നെ കിട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ അറിഞ്ഞ് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നത്തെ ഈ പിറന്നാള് അതിന് നല്ല ഒരു ഭാവം തരിക. കാരണം ഈ പിറന്നാൾ ദിനത്തില് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ കുറിച്ചിട്ടുള്ള അനുഭവത്തെയാണ് ഇവിടെ വർണ്ണിച്ചത് എന്നാണ് നവയോഗികളുടെ ചരിത്രത്തിലൂടെ, നിമി നവയോഗി സംവാദത്തിലൂടെ. അത് വലിയ ഉത്കൃഷ്ടമായിട്ടുള്ള അനുഭവമാണ്. പൂർവ്വജന്മത്തില് ഒരുപാട് സുഹൃതം ചെയ്തിട്ടുണ്ട് ഈ ജീവൻ, അല്ലെങ്കിൽ ഈ മുരളീകൃഷ്ണൻ എന്ന ജീവൻ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു സമർപ്പണത്തിലൂടെ പിറന്നാൾ വരാനും അന്ന് ഈ സമർപ്പണം നടത്താനും അന്ന് നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമിയായിട്ടുള്ള ശ്രീനാരായണന്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും കഴിഞ്ഞത്. അപ്പോ ഏറ്റവും ധന്യധന്യനായിട്ടുള്ള മഹാത്മാവാണ്. അദ്ദേഹത്തിന് ഇനിയും ഇത്തരത്തിലുള്ള സമർപ്പണാദികളൊക്കെ ചെയ്യാനും ഭഗവത് അനുഗ്രഹം നേടി ജീവിത സാക്ഷാത്കാരം നേടാനും ഇഹത്തിലുള്ള ജീവിതം വളരെ സുഖമായിട്ട് തീരാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇന്നത്തെ ഈ സമർപ്പണക്കാരൻ മുരളീകൃഷ്ണൻ ഇന്ദു രാജശേഖരൻ അവരുടെ പുത്രനാണ്. ശാസ്തമംഗലം തിരുവനന്തപുരം അവിടെയാണ് അവരുടെ താമസം. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ നാരായണ.